എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന ആത്മായനം 2025 ആത്മാവിനെ തേടിയുള്ള യാത്ര മാർച്ച് 15 മുതൽ 21 വരെ നടക്കുകയാണ്. വാരണാസി, അയോധ്യ, ഗയ, പ്രയാഗ്രാജ് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയുടെ ഔദ്യോഗികമായിട്ടുള്ള യാത്രാ വിളംബരവും അനുഗ്രഹ പ്രഭാഷണവും ആ യാത്രയിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹ പ്രഭാഷണവും ആണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു പരിപാടി നടത്താൻ ഉദ്ദേശിച്ചത്. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി ആദിശങ്കര ഫൗണ്ടേഷന്റെ ആത്മാനം യാത്രയുടെ ചീഫ് കോർഡിനേറ്റർമാരിൽ ഒരാളായ ശ്രീമതി സജന രാജേഷിനെ ഞാൻ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും അവരവരുടെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യുക. സംസാരിക്കുന്നവർ മാത്രം ആ സമയത്ത് മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കുക. ജയശങ്കര. 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 അജ്ഞാനാന്തർഗഹനപതിത ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാ ഭവതവ ശിഖാ താപപാപച്യമാനാ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യ രൂപ. സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാ അസ്മദാചാര്യപര്യന്താ വന്ദേ ഗുരുപരമ്പരാ. ഗുരുർബ്രഹ്മം ഗുരുവിഷ്ണും ഗുരുദേവോ മഹേശ്വരാ ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശങ്കര. വളരെ സന്തോഷം സജനാജി. അടുത്തതായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശേഷാതീതയായിട്ടുള്ള ബ്രഹ്മശ്രീ മണയത്താറ്റ് നീലകണ്ഠൻ നമ്പൂതിരി അവർക്കും ഇന്നിവിടെ യാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാ യാത്രികർക്കും അതിവിടെ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം അരുളാനായി ആദിശങ്കര ഫൗണ്ടേഷന്റെ ആത്മായനം 2025 ചീഫ് കോർഡിനേറ്ററായ ശ്രീ ശ്രീകാന്ത് നമ്പൂതിരി അവറുകളെ ഞാൻ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീകാന്ത് നമ്പൂതിരി. എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ഇന്ന് ഈ ആത്മായനം 2025 യാത്രയുടെ ഒരു യാത്രാ വിളംബരം എന്ന രീതിയിലുള്ള ഇന്നൊരു പരിപാടിക്കും വലിയൊരു അനുഗ്രഹം. ഇന്നത്തെ നമ്മുടെ യാത്രാംഗങ്ങൾക്കും ഈ യാത്ര ഭംഗിയായി നടത്തുന്നതിനും യാത്രാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അനുഗ്രഹ പ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ടും ഒത്തുചേർന്നിട്ടുള്ള ഈ ഒരു പരിപാടിയിലേക്ക് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ എല്ലാ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഇന്ന് നമുക്കുള്ള അനുഗ്രഹ പ്രഭാഷണത്തിൽ കേരളത്തിലെ 500-ലധികം ക്ഷേത്രങ്ങളിൽ താന്ത്രിക അവകാശം കൂടിയുള്ള വളരെ ബഹുമാനപ്പെട്ട ശ്രീ മനയത്താറ്റ് നീലകണ്ഠൻ നമ്പൂതിരി, വിജയശേട്ടെന്ന് ഞങ്ങൾ വിളിക്കും, നീലകണ്ഠൻ നമ്പൂതിരി അവരുടെ അദ്ദേഹത്തിന് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഹാർദമായ സ്വാഗതം ഈ പരിപാടിയിലേക്ക്. പിന്നെ അതുകൂടാതെ തന്നെ ഈ യാത്രയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും പിന്നെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ അഭ്യുദയകാംക്ഷികളായി ഇന്ന് ഈ മീറ്റിംഗിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കര. വളരെ സന്തോഷം ബ്രജേഷ്, ശ്രീകാന്ത്ജി. അടുത്തതായി ആദിശങ്കര ഫൗണ്ടേഷന്റെ എല്ലാമായ മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടുള്ള കഴിഞ്ഞ 4 വർഷക്കാലമായി ഞങ്ങളെ നേരായ പാതയിലൂടെ മുന്നോട്ട് നയിക്കുന്ന ശ്രീ സുരേഷ് പാഴൂർ, അദ്ദേഹം മാനേജിംഗ് ട്രസ്റ്റ് കൂടിയാണ് ആദിശങ്കര ഫൗണ്ടേഷന്റെ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു 2 വാക്ക് സംസാരിക്കുന്നതിനായി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കേറെ നല്ലൊരു ദിനമാണ്. ആത്മായനം യാത്രയുടെ ഞങ്ങളുടെ ഈ തീർത്ഥയാത്ര യജ്ഞം തുടങ്ങിയിട്ട് ഇതിപ്പോൾ 4ാമത്തെ യാത്രയാണ്. അതിൻ്റെ ഒരു വിളംബരവും അതുപോലെ തന്നെ അനുഗ്രഹ പ്രഭാഷണവും ഔദ്യോഗികമായി തന്നെ ഒരു തുടക്കം കുറിക്കുന്ന
ദിനവും കൂടിയാണ് ഇന്ന്. ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഒട്ടേറെ പേർ, ഏകദേശം 50ഓളം പേര് തന്നെ മുന്നോട്ട് വന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. 2022 ഞങ്ങൾ ഏകദേശം 104 യാത്രികരുമായി ശാർദാം യാത്ര നടത്തിയിരുന്നു. അതിനുശേഷം പഞ്ചഭൂതേശ്വര ക്ഷേത്രങ്ങളിൽ പോയി. പിന്നെ കഴിഞ്ഞ വർഷം മെയ് 11 മൂകാംബിക, ധർമ്മസ്ഥല അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് യാത്ര സംഘടിപ്പിച്ചു. ഇത്തവണ മാർച്ച് 15 മുതൽ 21 വരെ വാരണാസി, അയോധ്യ, പ്രയാഗ്രാജ്, ഗയ, ചിത്രകൂടം ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. ജഗദീശന്റെ കാരുണ്യത്താൽ കഴിഞ്ഞ 3 യാത്രകളും വളരെ ഭംഗിയായി നിർവഹിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്തവണയും തീർച്ചയായും നമുക്ക് അനുഗ്രഹവും ഉണ്ടാവും എന്ന ആ പ്രതീക്ഷയാണ് നമുക്ക് മുന്നിലുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രതീക്ഷയ്ക്ക് യാതൊരു ഭംഗവും ഉണ്ടാവുകയില്ല എന്നും ഓർമ്മിപ്പിക്കട്ടെ. നല്ലൊരു യാത്രയ്ക്കായി മുന്നോട്ട് വന്ന ഓരോ യാത്രികരെയും വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ അകമഴിഞ്ഞ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഈ ഒരു യാത്ര കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ട്രാവൽ ഗ്രൂപ്പ് എന്നുള്ള രീതിയിലല്ല. ഈ യാത്രികരും സംഘാടകരും ഞങ്ങൾ തന്നെയാണ്, നമ്മൾ തന്നെയാണ്. അതായത് ആദിശങ്കര ഫൗണ്ടേഷനിലെ കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ചുള്ള ഒരു യാത്രയാണ്, ഒരു തീർത്ഥയാത്രയാണ്. തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളോടും ഞങ്ങളുടെ സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ വിളംബര പ്രഖ്യാപന ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണത്തിനെത്തിയിരിക്കുന്ന ബ്രഹ്മശ്രീ കിഴക്കേ മണയത്താട്ട് നീലകണ്ഠൻ നമ്പൂതിരി അവർക്ക് ഞങ്ങളുടെ പ്രത്യേക നന്ദിയും അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ യാത്ര വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒപ്പം ഈ യാത്രയ്ക്ക് വേണ്ടി വളരെയധികം പരിശ്രമിച്ച ശ്രീകാന്ത് ജിക്കും അതുപോലെ തന്നെ നമ്മുടെ സജ്ജനാജിക്കും പ്രത്യേകം നന്ദി ഞങ്ങൾ പറയുകയാണ്. ഞങ്ങളെല്ലാം കോർഡിനേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ ഒപ്പം അവരുടെ കൂടെയുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു യാത്ര നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയശങ്കര. വളരെ സന്തോഷം സുരേഷ് ഏട്ടാ, അങ്ങയുടെ എളിയ വാക്കുകൾക്ക്. അടുത്തതായി, എന്താണ് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ? ആദിശങ്കര ഫൗണ്ടേഷന്റെ കഴിഞ്ഞ 4 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുവാനായി ഫൗണ്ടേഷന്റെ എല്ലാമായ അല്ലെങ്കിൽ നട്ടല്ലായ കടലിനക്കരെ നിന്നുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾക്ക് ഏത് സമയത്തും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരി അവരുകളെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദിശങ്കര ഫൗണ്ടേഷനെ കുറിച്ച് 2 വാക്ക്. ജയശങ്കര. ജയശങ്കര. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യ കൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സർവേഭ്യോ നമസ്കാരഃ. എല്ലാവർക്കും നമസ്കാരം. ലോകമെമ്പാടും സനാതനധർമ്മത്തെ പ്രചരിപ്പിക്കുക എന്ന ഏക ഉത്തമ ബോധത്തോടു കൂടി, അതോടൊപ്പം തന്നെ ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ബൃഹത്തായ അദ്വൈത സിദ്ധാന്തം ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, അത് തന്നെയാണല്ലോ ശങ്കരൻ, ശങ്കരോതീതി ശങ്കര എന്നല്ലേ, ലോകത്തിന് മംഗളമേകുവാൻ വേണ്ടി ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമി നമുക്ക് പറഞ്ഞു തന്നത് ലോകത്തിൽ പ്രചരിപ്പിച്ച് ജനങ്ങളെ സൗഖ്യത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഉദ്ദേശ ലക്ഷ്യം. അതുതന്നെയാണ് ഈ ഫൗണ്ടേഷന്റെ നാമധേയവും ശങ്കരാചാര്യസ്വാമികളുടെ പേരിൽ തന്നെ ആയത്. കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ഇന്ന് നാം ഏവർക്കും അറിയാം. ശങ്കരാചാര്യസ്വാമികളുടെ ജീവിതകാലത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടല്ലേ ആ ശ്ലോകം ശ്രീ സജനാജി ചൊല്ലിയ ശ്ലോകം പോലെ അജ്ഞാനാന്തർഗഹന പതിതാൻ ആത്മവിദ്യോപദേശൈ ത്രാതും ലോകൻ ഭവതവശിഖ താപപാപാച്യമാനാൻ മുക്ത്വാ മൗനം വടപിടപിനോ മൂലതോ നിഷ്പതന്തി
അധർമ്മം അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് സാക്ഷാത് ദക്ഷിണാമൂർത്തി ധ്യാനത്തിലിരിക്കുന്ന സമയമാണ്. അദ്ദേഹം ആ വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ ധ്യാനനിരതനായിരിക്കുന്ന സാക്ഷാൽ ദക്ഷിണാമൂർത്തി തന്റെ ധ്യാനത്തിൽ നിന്നും ഉണർന്നെഴുന്നേറ്റിട്ട് അജ്ഞാനത്തെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ട് ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളായിട്ട് ഈ ഭാരതത്തിൽ കാലടിയിൽ അവതരിച്ചു എന്നുള്ളതാണ്. ശങ്കരാചാര്യസ്വാമികളുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അനേകം ചലഞ്ചസ് ഉണ്ടായിരുന്നു. നമുക്കറിയാം, ബുദ്ധമതം, ജൈനമതം, ഇവയൊക്കെ ബുദ്ധമതം വളരെയധികം വളർന്നു. അത് ബുദ്ധമതം പിന്നീട് പിൽക്കാലത്ത് കാപാലിക മതമായും വജ്രായനന്മാരും മഹായാനന്മാരും അങ്ങനെയെല്ലാമായി പിളർന്നു. അതുപോലെ ജൈനമതവും പിളർന്നു. ഇവയെല്ലാം നാശോന്മുഖമായിരിക്കുന്ന കാലഘട്ടമാണ്. അതേസമയം ഹിന്ദുമതവും അതേപോലെ തന്നെ സനാതനധർമ്മവും നശിച്ചു തുടങ്ങിയിരിക്കുന്ന കാലഘട്ടമാണ്. ഇങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തില് 3 പ്രാവശ്യം ഭാരതമെമ്പാടും യാത്ര ചെയ്ത് ബൗദ്ധിക തലത്തിൽ പരിവർത്തനം ചെയ്തുകൊണ്ട് ജനങ്ങളെ സനാതനധർമ്മ മൂല്യങ്ങളെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി സനാതനധർമ്മത്തെ വീണ്ടും അരക്കെട്ടുറപ്പിക്കുകയാണ് ചെയ്തത്. ഈ കാലഘട്ടത്തിൽ, നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ അനിവാര്യതയും അതുതന്നെയാണ്. ആർഷഭാരത സംസ്കാരം വരും കാലഘട്ടത്തിൽ വരുന്ന തലമുറകൾക്ക് ഇല്ലാതെയാവരുത് എന്നുള്ള ഏകബോധമാണ് നാം 6 പേരെയും കൂടി ഈ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന പ്രസ്ഥാനം രൂപീകരിക്കുവാനായിട്ട് ഒരു ത്വര ഉണ്ടാക്കുവാൻ കഴിഞ്ഞത്. ഈ ഫൗണ്ടേഷൻ ഇന്ന് തുടങ്ങിയിട്ട് 4 വർഷമായി. ആചരണത്തിലൂടെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണല്ലോ. എല്ലാം ആദ്യം നാം ആചരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും അങ്ങനെ മാത്രമേ ഈ ജനങ്ങളിലേക്ക് ഇതിനെ ഉദ്ബോധിപ്പിക്കുവാൻ ഒക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ആചരണത്തിന്റെ ഭാഗമായിട്ട് നാം ആദ്യമായിട്ട് അനേകം സത്സംഗങ്ങൾ നടത്തുകയുണ്ടായി. സത്സംഗാൽ ജായതേ ജ്ഞാനം, സത്സംഗാൽ ലഭ്യതേ സുഖം, സത്സംഗാൽ ക്ഷീയതേ പാപം, സത്സംഗാൽ മോക്ഷമശ്നുതേ എന്നതാണല്ലോ. അപ്പോൾ അനവധി സത്സംഗങ്ങൾ നമ്മൾ നടത്തി. ഇപ്പോഴും എല്ലാ മാസവും ഞായറാഴ്ചകളോടും സത്സംഗങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ സത്സന്ധ്യ എന്ന നാമധേയത്തിലായി. പിന്നീട് രാമായണ മാസം നമ്മൾ ആചരിക്കുന്നു. അതേപോലെ തന്നെ ഭാരതമെമ്പാടുമുള്ള പ്രധാനപ്പെട്ട ആഘോഷങ്ങളെയെല്ലാം, ഉത്സവങ്ങളെയെല്ലാം നാം വളരെ ഭംഗിയായിട്ട് ആചരിക്കുന്നു. ഇത് നമുക്ക് സന്തോഷിക്കുക എന്ന ഉദ്ദേശം മാത്രമല്ല, ശങ്കരോതീതി ശങ്കര എന്ന് പറഞ്ഞ പോലെ ലോകത്തിന് മംഗളം നൽകുവാൻ വേണ്ടി ആചരണത്തിലൂടെ പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ അതുല്യ ഭാരതം എന്ന നാമധേയത്തില് ഭാരതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഉത്സവങ്ങളെയും ഈ വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ പറഞ്ഞു കൊടുക്കുകയും അത് ആചരിക്കുകയും ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കുകയാണ്. അത് അതുല്യ ഭാരതം. അതോടൊപ്പം തന്നെ ഭാരതീയ കൃതികളെ, ഭാരതത്തിന്റെ അന്തസ്സത്തെ അറിയണമെങ്കിൽ സംസ്കൃതത്തെ അറിയണം എന്ന് നമുക്ക് ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് ഏതാണ്ട് 360ഓളം വിദ്യാർത്ഥികളെ നമ്മൾ യാതൊരു ധനവും മേടിക്കാതെ സംസ്കൃതം 10 മാസത്തോളം സംസ്കൃതം കോഴ്സ് നടത്തി സംസ്കൃതം പഠിപ്പിച്ചു. ആ സംസ്കൃത പഠനത്തിന് ശേഷം ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സാറ് നടത്തുന്ന അദ്വൈത ലഹരി എന്ന നാമധേയത്തില് ഭാരതീയ സംഹിത, വേദം, പുരാണം, വേദം, അതേപോലെ തന്നെ വേദാംഗങ്ങള്, ഉപനിഷത്തുകള്, പുരാണങ്ങള്, ഇവയെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ മാസവും ഒരു ഞായറാഴ്ച തോറും പഠിപ്പിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ സ്വാമിനി ജ്ഞാനാഭനിഷ്ഠ ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ കൃതികളെ വളരെ താത്വികമായി അവലോകനം ചെയ്തുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നു. ദിഗ്വിജയം എന്ന് പറയുന്ന ഒരു മഹാബൃഹത്തായ ഒരു പാഠ്യപദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശനിയാഴ്ച, ഇന്ന് ഞായറാഴ്ച, ഇന്നത്തെ ദിവസം വൈകിട്ട് ആ ക്ലാസ് ഉണ്ട്. ജ്യോതിഷത്തിനെ കുറിച്ച് പിന്നീട് പറഞ്ഞു തരും. അപ്പോൾ അതുല്യ ഭാരതമായി, അതേപോലെ തന്നെ ദിഗ്വിജയമായി, അദ്വൈത ലഹരിയായി, പിന്നീട് ഭാരതത്തിന്റെ അന്തസ്സത്തെ അറിയണമെങ്കിൽ ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികൾ 4 മഠങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. ഫസ്റ്റ് നാഷണൽ ഇന്റഗ്രേഷൻ ശങ്കരാചാര്യ സ്വാമികളാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താണ്, ആത്മായനം എന്ന ഒരു യാത്ര സംഘടിപ്പിച്ച് കളയാം എന്ന് സംഘാടകർ ചിന്തിച്ചു. എന്തുകൊണ്ടാണ് ആത്മായനം? ആ പരമാത്മാവിനെ അന്വേഷിക്കൽ തന്നെയാണ്, അല്ലേ? ഇത് തന്നെയാണ് ശങ്കരനും വ്യാസനും ബുദ്ധനും ഒക്കെ ചെയ്തത്. അങ്ങനെ ആ ആത്മായനത്തിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് നാം യാത്ര ചെയ്തത് ഹിമാലയത്തിന്റെ താഴ്വരകളായ കേദാരനാഥത്തിലേക്കും ബദ്രീനാഥത്തിലേക്കുമാണ്. നമ്മൾ 4 ധാമങ്ങളും യാത്ര ചെയ്തു. പിന്നീട് പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ യാത്ര ചെയ്തു. അത് കഴിഞ്ഞ് കർണാടകത്തിലെ ക്ഷേത്രങ്ങളിൽ യാത്രയുണ്ടായി. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് നാം യാത്രകൾ സംഘടിപ്പിക്കുന്നു. അതാണ് ആത്മായനം.
ആ ആത്മായനത്തിന്റെ ഭാഗമായിട്ടാണ് നാം ഇന്നിവിടെ 2025 ആദ്യത്തെ ആത്മായനം. എല്ലാ വർഷവും 2 പ്രാവശ്യമാണ് ആത്മായനം നാം നടത്തുന്നത്. 2025 ആദ്യത്തെ ആത്മായനത്തിന്റെ ഭാഗമായിട്ടാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് ബാലശങ്കരം എന്ന ഒരു പാഠ്യപദ്ധതി വരും തലമുറകൾക്ക്, കുട്ടികളാണല്ലോ, അവരാണ് നാളത്തെ അവരെ വാർത്തെടുക്കുവാനായിട്ട്, നാളത്തെ പ്രതിഭകളെ വാർത്തെടുക്കുവാനായിട്ട് ബാലശങ്കരം എന്ന പേരിൽ നാം ഒരു പാഠ്യപദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. പിന്നെ അതിലെല്ലാം ഉപരി നമ്മളുടെ സംസ്കൃതി ക്ഷേത്രങ്ങളിലാണ്. അതുകൊണ്ട് നാശോന്മുഖമായിരിക്കുന്ന ക്ഷേത്രങ്ങളെ ഉയർത്തി എഴുന്നേൽപ്പിക്കുവാനും ക്ഷേത്രങ്ങളെ മറ്റുള്ള ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാനുമായിട്ട് ക്ഷേത്രായനം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമും ഓൺലൈൻ വീഡിയോ പദ്ധതിയും നാം നടത്തി വരുന്നു. ഇതോടൊപ്പം തന്നെ ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ എല്ലാ വർഷവും ശങ്കരസ്മൃതി നാം ആഘോഷിക്കുന്നുണ്ട്. ഇതിലെല്ലാം ഉപരിയായിട്ട് അനേകം ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരുന്നു. ഏറ്റവും അടുത്തായിട്ട് നമ്മൾ കാലടി ആസ്ഥാനമാക്കി ഒരു ഗ്രാമം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ശങ്കരഗ്രാമം എന്നാണ് ആ പദ്ധതിയുടെ പേര്. ശങ്കരഗ്രാമത്തിൽ 18ഓളം കുടുംബാംഗങ്ങളാണ്. 18 കുടുംബം, ഏതാണ്ട് 56-60ഓളം അംഗസംഖ്യകൾ വരുന്നു. അവരെയാണ് നാം ഏറ്റെടുത്തിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിരിക്കുന്ന ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, അതുപോലെ തന്നെ നാളത്തെ ഈ വരുന്ന തലമുറ ഈ ലോകത്ത് ജീവിക്കുവാൻ വേണ്ടി വരുന്ന സ്കിൽ സെറ്റ് ഡെവലപ്മെന്റും നാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അനേകം കാര്യങ്ങൾ ആചരണത്തിലൂടെ സനാതനധർമ്മത്തിന്റെ മൂല്യങ്ങളെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം എപ്പോഴും ഉണ്ടാകണം. കാരണം ദൈവാധീനം ജഗത് സർവം എന്ന് നാം എല്ലാം പഠിച്ചിട്ടുണ്ട്, അല്ലേ? പക്ഷേ ദുർലഭം ത്രയമേവ ഇതത് ദൈവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംഗ്രഹ എന്നാണ്, പുരുഷ സംശ്രയ എന്നാണ്. അപ്പോ മനുഷ്യജന്മം കിട്ടുക എന്ന് പറയുന്നത് വളരെ വിരളമാണ്, അല്ലേ? പിന്നീടോ ആ മനുഷ്യജന്മം ലോകത്തിന് ഉപകാരപ്രദമായി എങ്കിൽ മാത്രമേ മുമുക്ഷിയാകാൻ സാധിക്കുകയുള്ളൂ. അതിനെന്ത് വേണം? മഹാപുരുഷ സംശ്രയ, മഹാപുരുഷന്മാരുടെ സംശ്രയം ആവശ്യമാണ്. ആ സംശ്രയമാണ് നമ്മൾ ജഗദ്ഗുരു ആദിശങ്കരാചാര്യന്മാരുടെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട നാം ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളെ പിന്തുടർന്നുകൊണ്ട് ലോകത്തിന് വേണ്ടി നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളേവരും ഇതിൻ്റെ ഒരു ഭാഗമാകണം. നമ്മളുടെ ഈ ജന്മം സുഹൃതമായി തീരണം എന്ന പ്രാർത്ഥനയിലൂടെ നിങ്ങളേവരെയും ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുകയാണ്. ആത്മായനത്തിൽ എല്ലാവരും പങ്കെടുക്കണം. അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ പ്രോഗ്രാമുകളും നിങ്ങൾ വരണം. ആചരണത്തിലൂടെ പ്രചരിപ്പിക്കുവാൻ നമുക്ക് പ്രചോദനം നൽകുകയും നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ടാകുകയും വേണം എന്ന് വളരെ താഴ്മയായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കാതെ എൻ്റെ വാക്കുകളെ ഈ സദസ്സിന് മുമ്പിൽ ഉപസംഹരിക്കുകയാണ്. ജയശങ്കര, ജയശങ്കര, ജയശങ്കര. നമസ്കാരം. വളരെ സന്തോഷം ചേട്ടാ. യാത്രക്കിടയിലാണെങ്കിൽ കൂടി അങ്ങ് ഇതിനുവേണ്ടി ആത്മായനത്തിന്റെ യാത്രികർക്ക് വേണ്ടി ആശംസ അറിയിക്കുവാൻ ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. വളരെ സന്തോഷം. അങ്ങയുടെ വാക്കുകൾ വളരെ മനോഹരമായി തന്നെ അങ്ങ് അവതരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എന്താണ് ആദിശങ്കര ഫൗണ്ടേഷൻ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായും സ്പഷ്ടമായും തന്നെ അങ്ങ് മനസ്സിലാക്കിപ്പിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. തുടർന്നും ഇവിടെ ഉണ്ടാകും. എനിക്കറിയാം അങ്ങ് യാത്രയിലാണെന്നറിയാം. എന്നാൽ കൂടി ഇവിടെ ഉണ്ടാകും. അതല്ലെങ്കിൽ അങ്ങേക്ക് ലെഫ്റ്റ് ആകാവുന്നതാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. വളരെ സന്തോഷം. ജയശങ്കര, ജയശങ്കര, ജയശങ്കര. വളരെ സന്തോഷം. അടുത്തതായി ഞാൻ വേദിയിലേക്ക് ഒരിക്കൽ കൂടി ശ്രീകാന്ത് നമ്പൂതിരി അവരുകളെ ക്ഷണിക്കുകയാണ്. ആത്മായനം യാത്രയെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുവാനായി. എവിടേക്കൊക്കെയാണ് നമ്മുടെ യാത്ര, എന്തൊക്കെയാണ് അതിന്റെ അറേഞ്ച്മെന്റ്സ്, കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സംസാരിക്കാൻ. അതിനുശേഷം നമുക്ക് ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. നമ്മുടെ ആത്മായനം കഴിഞ്ഞ വർഷം ആദ്യം 2022 ഞങ്ങൾ ചാർധാം യാത്ര നടത്തി. 2023 പഞ്ചഭൂത ക്ഷേത്രങ്ങൾ, തമിഴ്നാട്ടില് 4, ആന്ധ്രയില് കാളഹസ്തി 1, അങ്ങനെ പഞ്ചഭൂതങ്ങളെ സങ്കല്പത്തിൽ ആരാധിച്ചു വരുന്ന ക്ഷേത്രങ്ങൾ, പഞ്ചഭൂത ക്ഷേത്രങ്ങൾ കൂടാതെ തമിഴ്നാട്ടിലെ കുറെ ക്ഷേത്രങ്ങള്. അതുപോലെ കഴിഞ്ഞ വർഷം മൂകാംബിക ആചാര്യസ്വാമികള് തെക്കൻ ഇന്ത്യയില് ശ്രീ ശൃംഗേരി മഠം, അതുപോലെ ധർമ്മസ്ഥല, സുബ്രഹ്മണ്യം, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ കഴിഞ്ഞ വർഷം യാത്ര ചെയ്തു. അപ്പൊ ഈ വർഷം മുതൽ നമ്മൾ 2 യാത്ര ചെയ്യണം എന്നുള്ള രീതിയിലാണ്. അതാണ് ആത്മായനം 1 ആക്കിയത്. 2025 1 ആക്കാൻ കാരണം അതാണ്. വർഷത്തിൽ 2 യാത്രകൾ, ഒരു 10 ദിവസം അല്ലെങ്കിൽ 7 ദിവസം 10 ദിവസം കൂടുന്ന ഒരു യാത്രയും, പിന്നെ അതുപോലെ ഒരു 2-3 ദിവസങ്ങൾ ഒതുങ്ങാവുന്ന ചെറിയൊരു യാത്രയും, അങ്ങനെ 2 രീതിയിൽ യാത്ര ചെയ്യണം എന്നുള്ള തീരുമാനത്തിലാണ് ഈ വർഷം മുതൽ ആത്മായനം
2025 നടത്താൻ തീരുമാനിച്ചു. പിന്നെ അത് എവിടേക്കാ വേണ്ടതെന്നുള്ള ആലോചനകൾ അങ്ങനെ വന്നിട്ടാണ് അയോധ്യ, കാശി അങ്ങനെ യാത്ര പ്ലാൻ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ യാത്ര പ്ലാൻ ചെയ്തത്. അപ്പൊ നമ്മള് ഏതാണ്ട് 46 പേരാണ് യാത്രയിൽ പങ്കെടുക്കുന്നത്. അപ്പം 46 പേര് പേര് തന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ എല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞു. മാർച്ച് 15 ഉച്ചയ്ക്ക് വാരണാസിയിൽ ആണ് യാത്ര ഔദ്യോഗികമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. മാർച്ച് 15 ഉച്ചയ്ക്ക് വാരണാസിയിൽ നിന്ന് പുറപ്പെട്ടിട്ട് മാർച്ച് 21 ഉച്ചയ്ക്ക് ലക്നൌവിൽ യാത്ര അവസാനിക്കും. ആ രീതിയിലാണ് നമ്മുടെ യാത്രകൾ ഉണ്ടാവും. അപ്പൊ ഇതിലിപ്പോ നമ്മള് ഇന്ത്യയിൽ നിന്ന് പല സ്ഥലത്തു നിന്നുള്ളവരിപ്പുണ്ട്. ചെന്നൈയിൽ നിന്ന് വരുന്നവരുണ്ട്, കേരളത്തിൽ നിന്ന് വരുന്നവരുണ്ട്, ഇപ്പൊ നമ്മള് ബോംബെയിൽ നിന്ന് പോണവരുണ്ട്, ഇപ്പൊ ജയ്പൂരിൽ നിന്ന് വരുന്നവരുണ്ട്. അപ്പൊ എല്ലാവരും 15 രാവിലെയോട് കൂടിയിട്ട് എല്ലാവരും വാരണാസിയിൽ എത്തണം എന്നുള്ള ആണ് ഇപ്പൊ തീരുമാനം. അപ്പൊ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ നിന്നുള്ളവര് 12 പുറപ്പെട്ടിട്ട് 15 വാരണാസിയിൽ എത്തും. ബോംബെയിൽ നിന്നുള്ളവര് 13 14 പുറപ്പെട്ടിട്ട് 15 വാരണാസിയിൽ എത്തും. അതുപോലെ എല്ലാവരും 15 രാവിലെ എല്ലാവരും വാരണാസിയിൽ ഒത്തുചേർന്നിട്ട് 15 ഉച്ച മുതൽ അവിടുത്തെ യാത്രകൾ ആരംഭിക്കും. 21 ആദ്യം വാരണാസിയിൽ 2 ദിവസം, 15 16 വാരണാസിയില്, 17 ഗയയിലേക്കാണ് 17 യാത്ര. പിന്നെ അതിനുശേഷം തിരിച്ചു വീണ്ടും വാരണാസിയിൽ വന്നിട്ട് 18 നമ്മള് പ്രയാഗ്രാജില്, 18 ഒരു ദിവസം, 19 ചിത്രകൂട്, 20 അയോധ്യ, 21 നൈമിഷാരണ്യം ലക്നൌവില്. നൈമിഷാരണ്യം ഇത്ര സ്ഥലങ്ങളിലേക്കാണ് യാത്രകൾ പോണത്. പക്ഷേ 21 ഉച്ചയോട് കൂടിയിട്ട് യാത്രകൾ അവസാനിക്കും. 21 ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഈ പല സ്ഥലത്ത് വന്നവരെ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോവാ, ലക്നൌവിൽ നിന്ന് തിരിച്ചു പോവാ. അങ്ങനെയാണ് യാത്രയുടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ട താമസ സൗകര്യങ്ങള്, വാഹന സൗകര്യം എല്ലാം ഏർപ്പാടാക്കി കഴിഞ്ഞു. അതിന്റെ എല്ലാ ഒരുക്കങ്ങളൊക്കെ എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോ ഈ യാത്ര ഭംഗിയായിട്ട് നടക്കണം. അതാണ് ഇനിയിപ്പോ നമ്മളൊരു പ്രാർത്ഥന. ഇപ്പൊ ഇത്രയും പേരുണ്ട്, 46 പേർക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടൊരു വിഷമമൊന്നും ഇല്ലാതെ ഭംഗിയായിട്ട് യാത്ര ചെയ്ത് തിരിച്ചു വരാൻ ഉള്ളൊരു അനുഗ്രഹം വേണം. ആ ഒരു അനുഗ്രഹം കൂടി നമുക്ക് അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ടും കൂടിയാണ് ശ്രീ മനയത്താറ്റ് നീലകണ്ഠൻ നമ്പൂതിരി അദ്ദേഹം നമുക്കൊരു അനുഭവ പ്രഭാഷണം ചെയ്തു തരാൻ വളരെയധികം സന്തോഷം. കേരളത്തിൽ ഇത്രയും വളരെയധികം പേരായിട്ട് മനയത്താറ്റ് ഇല്ലത്തെ അദ്ദേഹം തന്നെ വന്നിട്ട് നമുക്കൊരു അനുഭവ പ്രഭാഷണം ചെയ്തു തരാൻ നമ്മുടെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പൊ അതിനും കൂടി ഉള്ളൊരു അവസരമായിട്ട് ഇതിനെ കണക്കാക്കിയിട്ട് എല്ലാം ഭംഗിയായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച ആദിശങ്കരാചാര്യ സ്വാമികളുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എത്തുന്നു. നമസ്കാരം. ജയശങ്കര. വളരെ സന്തോഷം. തീർച്ചയായിട്ടും ആത്മാനം 2025 പിറകിൽ വളരെയധികം വ്യക്തികൾ, എന്നാലും എടുത്തു പറയത്തക്ക 2 വ്യക്തികളാണ് ശ്രീ ശ്രീകാന്ത് നമ്പൂതിരി. അദ്ദേഹം നമ്മുടെ മുംബൈ ചാപ്റ്ററിന്റെ കോർഡിനേറ്റർ കൂടി, ചീഫ് കോർഡിനേറ്റർ കൂടിയാണ്. അതേപോലെ തന്നെ ശ്രീമതി സജന രാജേഷ്. സജന രാജേഷ് ഈ ചെന്നൈ ചാപ്റ്ററിന്റെ കോർഡിനേറ്റർ ആണ്. ഇവർ രണ്ടുപേരുടെയും ആത്മാർത്ഥമായ പരിശ്രമം മൂലമാണ് ഇന്നിപ്പോ ആത്മായനം 2025 ഒന്ന് സാക്ഷാത്കരിക്കപ്പെടുന്നത്. കഴിഞ്ഞ ഒരു 5-6 മാസമായി ഇവർ അതിനു വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്നുണ്ട്. ഇവരുടെ ആ പ്രവൃത്തികളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുവാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഉള്ള അംഗങ്ങൾക്ക് എല്ലാവർക്കും. തീർച്ചയായും ഇവർ രണ്ടുപേരും തന്നെ നമ്മുടെ ഫൗണ്ടേഷന്റെ പ്രധാന തൂണുകളാണ്, അടിത്തൂണുകൾ തന്നെയാണ്. ഈ അവസരത്തിൽ ഇവരോട് ഇതിൽ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഇത് കുറഞ്ഞ് എനിക്കൊന്നും പറയാൻ സാധിക്കില്ല. ഇത്രയധികം അവർ വളരെയധികം അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ പ്രയത്നം സഫലമാകുക തന്നെ ചെയ്യും. അടുത്തതായി ഞാൻ വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും സുപരിചിതനായ ബ്രഹ്മശ്രീ ബ്രിജേഷ് അല്ലെങ്കിൽ മനയത്താറ്റ്, കിഴക്കേ മനയത്താറ്റ് ബ്രിജേഷ് നീലകണ്ഠൻ നമ്പൂതിരി അവർക്കുള്ള വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇല്ലം ആരോ മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. ഒന്ന് മ്യൂട്ട് ചെയ്യുള്ളൂ. ശ്രീ രവീന്ദ്രൻ നായർ. ബ്രിജേഷ് നീലകണ്ഠൻ നമ്പൂതിരി അദ്ദേഹം കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിനടുത്ത് വരിക്കാംകുന്ന് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇല്ലം അവിടെയാണ്. മുമ്പ് അദ്ദേഹം റിലയൻസ് എന്നുള്ള കമ്പനിയിൽ ജോലിയൊക്കെ ചെയ്തിരുന്നു. ആ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഈ താന്ത്രിക മേഖലയിലേക്ക് കടന്നു വന്നത്. ഭാര്യ കുടമാളൂർ മുട്ടത്ത് മനയിൽ മഞ്ജുഷയാണ്. ഇന്നവരുടെ വിവാഹ വാർഷികവും കൂടിയാണ്. അത് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിനെ അത് ഞങ്ങൾ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 കുട്ടികൾ, 2 ആൺകുട്ടികളാണ്, ധ്രുവ് കേശവും ദേവനാരായണനും. അമ്മ രാധ ഗുരുവായൂർ നാഗരി മനയിൽ നിന്നുള്ളതാണ്. അതുപോലെ അച്ഛൻ
ഡോക്ടർ കെ.എം. നാരായണൻ നമ്പൂതിരി, അദ്ദേഹം 2006 വിഷ്ണുപദം പൂകി വളരെ ബഹുമാനത്തോടുകൂടി. അതേപോലെ തന്നെ 500ഓളം ക്ഷേത്രങ്ങൾ, മുമ്പ് ശ്രീകാന്ത്ജി സുരേഷ് ഏട്ടൻ പറഞ്ഞ പോലെ 500ഓളം ക്ഷേത്രങ്ങളിൽ താന്ത്രിക ആചാര്യനും കൂടിയാണ് ഇദ്ദേഹം. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇദ്ദേഹത്തിന് അനുഗ്രഹം, കടാക്ഷം തീർച്ചയായിട്ടും നമുക്കുണ്ടാവും. ഞാൻ അങ്ങേ വളരെയധികം സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബ്രഹ്മശ്രീ ബ്രിജേഷ് നീലകണ്ഠൻ നമ്പൂതിരി. നമഃശിവായ നമ. എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഞാൻ ഈ ആദിശങ്കര ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ അത്യാവശ്യം നന്നായിട്ട് വീക്ഷിക്കാറുണ്ട്. നമുക്കറിയാം, ഇന്ന് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ധർമ്മത്തില്, സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർക്കും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ട് കൂടിയ ഒരു കാലഘട്ടമാണ് ഇപ്പൊ നമ്മൾ നടന്നു പോകുന്ന ഈ ഒരു കാലഘട്ടം. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തില് ആ ധർമ്മം, നമ്മളുടെ ധർമ്മം ഉയർത്തിപ്പിടിക്കാനായിട്ട് ഈ ആദിശങ്കര ഫൗണ്ടേഷൻ, ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഇതുപോലുള്ള അനവധി കാര്യങ്ങൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നടത്തി വരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ചില കാര്യങ്ങളിൽ ഞാനും ഈ ഗ്രൂപ്പിൽ ഞാനും ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്താ വെച്ചാൽ എനിക്ക് എൻ്റെതായിട്ടുള്ള തിരക്കുകൾ ഉള്ളതുകൊണ്ട് അധികമായിട്ട് ഒന്നിലും പ്രവർത്തിക്കാനോ ഇതിനൊക്കെ പരിമിതികൾ ഉള്ളതുകൊണ്ട് അങ്ങനെ അധികം വരാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വളരെ മഹത്തായ ഒരു സംഘടനയായിട്ടാണ് എനിക്ക് തോന്നണത് ഈ ആദിശങ്കര ഫൗണ്ടേഷൻ എന്നുള്ളത്. ഇന്ന് എനിക്കിതൊരു നിയോഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ഇന്ന് രാവിലെ വളരെ അവിചാരിതമായിട്ട് ഭഗവാൻ ശങ്കരാചാര്യരുടെ ജന്മഗൃഹത്തിൽ പോകേണ്ടതായിട്ട് വന്നു. ജന്മഗൃഹം എന്ന് പറഞ്ഞാല് മേൽപ്പാഴൂർ മന എന്ന് പറയും. മേൽപ്പാഴൂർ മന അവിടെ ഇല്ലത്തേക്കാണ് അവിടുത്തെ തന്ത്രം ഉള്ളത്. അപ്പൊ അവിടുത്തെ ആ ക്ഷേത്രത്തിന്റെ 1-2 കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് വളരെ അവിചാരിതമായിട്ട് രാവിലെ, ഇപ്പൊ ചിന്മയ ഫൗണ്ടേഷന്റെ കയ്യിലാണ് ആ മേൽപ്പാഴൂർ മന ഇരിക്കുന്നത്. അപ്പൊ സ്വാമിയാർ എന്നെ വിളിക്കുകയും അവിടെ ചെല്ലുകയും ചെയ്തു. അപ്പൊ എപ്പ ചെന്നാലും ആചാര്യസ്വാമികൾ ജനിച്ച ആ മുറിയിൽ ഒന്ന് നമസ്കരിച്ചിട്ടേ പോരാറുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് വേറെ 1-2 അമ്പലങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ യാത്രയുടെ ഇടയിലാണ് ഇപ്പോ നിൽക്കുന്നത്. എന്തായാലും ആദിശങ്കര ഫൗണ്ടേഷന്റെ പവിത്രമായിട്ടുള്ള ഈ ഒരു യാത്ര ഭാരതഭൂമിയില് വിശ്വനാഥന്റെ തട്ടകം എന്നറിയപ്പെടുന്ന കാശിയിൽ മനുഷ്യനായി പിറന്ന ഏതൊരുവനും തന്റെ മനുഷ്യായുസിൽ ഒരു തവണയെങ്കിലും എത്തപ്പെടുമെന്നുള്ള ജന്മസുഹൃതമായി കരുതപ്പെടുന്നു. അതിനുള്ള ഭാഗ്യം സിദ്ധിച്ചവരാണ് ഈ യാത്രയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും. ഓരോ യാത്രകളും ഞാൻ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള യാത്രകളാണ്. അവിടെ നമ്മൾ ഇതുവരെ നമ്മളുടെ കുടുംബത്തിൽ ശീലിച്ചിട്ടുള്ള പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഭക്ഷണം, താമസം, ഇതിനൊക്കെ ചില പരിമിതികൾ ഉണ്ടാവാം. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് നമ്മളുടെ സത്ത മനസ്സിലാക്കുക. നമ്മൾ ഈ ധർമ്മത്തില് എന്തിനു ജനിച്ചു എന്ന് മനസ്സിലാക്കുക. ആ ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ശ്രമമായി കണക്കാക്കുക. ഇങ്ങനെ വേണം നമ്മൾ ഓരോ തീർത്ഥയാത്രയും മുമ്പോട്ട് കൊണ്ടുപോകാൻ. അത് മാത്രല്ല, ഈ ഞങ്ങള് താന്ത്രികമായിട്ട് ഞങ്ങൾ പറയാറുണ്ട്, ഈ നമുക്ക് ദേശത്തിനും കാലത്തിനും അനുസരിച്ച് വേണം നമ്മളുടെ ഓരോ പതിവുകളും ചെയ്യാനെന്നാണ് പറയാം. അതായത് നമ്മൾ അധികവും കണ്ടിരിക്കുന്നത്, നമ്മളെ ഇപ്പൊ ഈ ഫൗണ്ടേഷനിലുള്ള അധികവും മലയാളികളാണ്. ആ മലയാളികളെ അധികവും കണ്ടിരിക്കുന്നത് ക്ഷേത്രങ്ങളില് കേരള സമ്പ്രദായത്തിലുള്ള ക്ഷേത്രങ്ങളാണ്. അപ്പോ
ഒരു പരദേശാചാരപ്രകാരമുള്ള ക്ഷേത്രങ്ങളിലെ സമ്പ്രദായങ്ങള് നമ്മളുടെ ക്ഷേത്ര സമ്പ്രദായങ്ങളുമായിട്ട് അനവധി വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അത് പറയുക എന്താണെന്ന് വെച്ചാൽ ആഗമ സമ്പ്രദായം എന്നാണ് അതിനെ ചുരുക്കി പറയുക. ആഗമ സമ്പ്രദായവും ശങ്കരാചാര്യ സ്വാമികൾ തന്നെ ഉണ്ടാക്കിയ ഒരു സമ്പ്രദായമാണ്. നമ്മുടെ കേരള താന്ത്ര സമ്പ്രദായം പോലെ തന്നെ ആഗമത്തിലും ഉണ്ട് ഈ താന്ത്രിക സമ്പ്രദായം എന്ന് പറയണത്. അങ്ങനെയാണ് നമ്മളുടെ അയോധ്യയിലെ പ്രതിഷ്ഠയൊക്കെ ഉണ്ടായിരിക്കുന്നത്. ആഗമ സമ്പ്രദായത്തിലാണ് അയോധ്യയിലെ പ്രതിഷ്ഠയൊക്കെ ഉണ്ടായത്. അപ്പോ ഇത് രണ്ടിനെയും ഒരിക്കലും തുലനം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോ ആദ്യം വേണ്ടത്. എന്താ വെച്ചാൽ നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള പലതും അവിടെ മറ്റൊരു രീതിയിലായിരിക്കാം ഉണ്ടാവുക. അപ്പോ നമുക്ക് അത്യന്തം വേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഭക്തി, നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ സദാശിവനെ നമ്മൾ അറിയുക. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളില് ആ ശിവന്റെ അംശം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ശക്തിയുടെ അംശം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ആ ശക്തിയെയും ശിവനെയും അറിഞ്ഞ് അതിലൂടെ നമ്മൾ ആ മോക്ഷത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് ഓരോ തീർത്ഥയാത്രയുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ഓരോ തീർത്ഥയാത്രയും ഇനി അനവധി തീർത്ഥയാത്രകൾ നടത്താനുള്ള ഭാഗ്യം ഫൗണ്ടേഷൻ ഉണ്ടാവട്ടെ. ആ തീർത്ഥയാത്രയിൽ കൂടി അനവധി പേർക്ക് ഈ സനാതന ധർമ്മത്തിന്റെ മൂല്യം മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ആരോഗ്യകരമായിട്ട് ഈ യാത്ര പൂർത്തീകരിക്കാനും അതിലൂടെ അവനവന് മാനസിക സന്തോഷവും ഭഗവാന്റെ അനുഗ്രഹവും ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുഗ്രഹ പ്രഭാഷണത്തിന് ക്ഷണിച്ച ഫൗണ്ടേഷന്റെ എല്ലാ സാരഥികൾക്കും എൻ്റെ അഗൈതവുമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാ യാത്രകളും നമ്മളെ അറിയാൻ വേണ്ടിയിട്ട്, ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിൽ ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ജയ് ശങ്കര. കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ഞാൻ ലീവ് ചെയ്തോട്ടെ ജോഷേട്ടാ. തീർച്ചയായിട്ടും വളരെ സന്തോഷം. എന്തായാലും ഈ തിരക്കിനിടയിലും അങ്ങ് ഈ ഇവിടെ വന്ന് ഞങ്ങളെ ഇപ്പൊ ഞാൻ ഉൾപ്പെടുന്ന ഈ യാത്രികർക്ക് മംഗളാശംസകൾ നേരുവാൻ അങ്ങ് കാണിച്ച ഈ ഒരു സന്മനസ്സിന് വളരെയധികം നന്ദി. അത് ശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനും അതിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും എന്നും അങ്ങയോട് കടപ്പെട്ടിരിക്കും. തീർച്ചയായിട്ടും അങ്ങയുടെ അനുഗ്രഹ കടാക്ഷം ഞങ്ങൾ വളരെയധികം ഹൃദ്യമായി സ്വീകരിക്കുന്നു. തീർച്ചയായിട്ടും ആചാര്യസ്വാമിയുടെ അനുഗ്രഹവും ഇതോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടുകൂടി തീർച്ചയായും അങ്ങേക്ക് ലീവ് ചെയ്യാവുന്നതാണ്. വളരെ സന്തോഷം. വളരെ സന്തോഷം. ജയശങ്കര. ജയശങ്കര. അടുത്തതായി ഞാൻ വേദിയിലേക്ക് നമ്മുടെ ആദിശങ്കര ഫൗണ്ടേഷന്റെ ആത്മാനം യാത്രികർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുവാനായി ചീഫ് കോർഡിനേറ്റർ, ആത്മാനം ചീഫ് കോർഡിനേറ്ററായ ശ്രീമതി സജിന രാജേഷ്ജിയെ ഞാൻ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീമതി സജിന രാജേഷ്. ജയശങ്കര. ജയശങ്കര. എല്ലാവർക്കും നമസ്കാരം. മഹാദേവന്റെ ഒരുപാട് സ്നേഹവും അനുഗ്രഹവും ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു യാത്രയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ഫൗണ്ടേഷൻ കഴിഞ്ഞ 2-3 വർഷമായിട്ട് സംഘടിപ്പിച്ചു വരുന്ന യാത്രയിൽ പങ്കെടുത്തുള്ള അനുഭവത്തിൽ നിന്നാണ് ഞാൻ ചെറിയ ടിപ്സുകൾ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാന്ന് വിചാരിക്കുകയാണ്. ആദ്യമായിട്ട് ഞാനും നിങ്ങളുടെ കൂടെ ഈ 46 പിൽഗ്രിംസിന്റെ കൂടെ ഞാനും ഉണ്ട്. ഒരാള് ഞാനുമാണ്. ഞാൻ ചെന്നൈയിലാണ് ജോയിൻ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മളുടെ ഫിസിക്കൽ ഫിറ്റ്നസിനെ പറ്റിയാണ് പറയാനുള്ളത്. എല്ലാവരും മോർണിംഗ് വാക്ക് ഒക്കെ ചെയ്യാറുണ്ട് എന്ന് വിചാരിച്ചോട്ടെ. അത് മുടക്കരുത്. അഥവാ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഡെയിലി ഒരു 30 മിനിറ്റ് എങ്കിലും നടക്കുക. പിന്നെ ഓരോ ആഴ്ച കൂടുന്തോറും ഇനി നമുക്ക് കൃത്യം 8 ആഴ്ചകൾ കൂടി ഉണ്ട് നമ്മുടെ യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട്. ഓരോ ആഴ്ച കൂടുന്തോറും ഒരു 10 മിനിറ്റ്സ് വെച്ച് ഇൻക്രീസ് ചെയ്യുക. 1.5 മണിക്കൂറെങ്കിലും യാത്ര ചെയ്യാൻ, നടന്ന്. ഇപ്പൊ അമ്പലമൊക്കെ വലിയ അമ്പലങ്ങളാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് എല്ലാം ദർശനം കഴിഞ്ഞ് ക്യൂവിലും നിന്ന് എല്ലാം കഴിയുമ്പോഴത്തേക്കും ടയേർഡ് ആവും. അതുകൊണ്ട് ഒരു 2 മണിക്കൂറെങ്കിലും നമുക്ക് നടക്കാനുള്ള ഒരു ഫിറ്റ്നസ് ഉണ്ടാക്കി എടുക്കണം ഈ ഒരു 8 ആഴ്ച കൊണ്ട്.
അതെല്ലാരും അത് ചെയ്യണം. കാരണം നമ്മൾ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ഒരാൾക്ക് വയ്യാതായാൽ എല്ലാരെയും അത് ബാധിക്കും. അപ്പൊ അതിനുള്ള ആ ഒരു തീരുമാനം അഥവാ തുടങ്ങിയില്ലെങ്കിൽ ഇന്ന് എന്തായാലും അത് തീരുമാനിക്കുക. പിന്നെ രണ്ടാമത്തത് തിരിച്ചു വന്ന് നടന്നു കഴിഞ്ഞിട്ട് കുറച്ച് ബ്രീത്തിങ് എക്സസൈസും കൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. പ്രാണായാമ, ഭസ്ത്രിക പ്രാണായാമ ചെയ്യാം. ഭസ്ത്രിക പ്രാണായാമന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 30 പ്രാവശ്യം ചെയ്താലേ അത് ഒരു അരമണിക്കൂർ ജോഗ് ചെയ്യുന്നതിന് സമാണെന്നാ പറയുന്നത്. അപ്പം ഭസ്ത്രിക പ്രാണായാമ ഞാൻ ചെറുതായിട്ട് കാണിക്കാം, ബാക്കി നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഇതെല്ലാം എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് ആത്മീയതയുള്ള ആൾക്കാരാണെന്നാ ശ്രീകാന്ത്ജി പറഞ്ഞിട്ടുള്ളത്. അതുമല്ല യോഗയും ഒക്കെ അറിയുന്ന ആൾക്കാർ തന്നെയാണ്. എന്നാലും ഞാൻ ചെറുതായിട്ട് കാണിക്കാം. ഇൻഹേൽ എക്സെയിൽ, നല്ല ഒരു യോദ്ധാവിനെ പോലെ ഇൻഹേൽ ആൻഡ് എക്സെയിൽ ചെയ്യാണ്. ഇത് ഒരു 30 പ്രാവശ്യം ചെയ്യാം. അപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ അതേപോലെ ഓരോ ആഴ്ചകൾ കഴിയും തോറും കൂട്ടാം. ഒരു 5 പ്രാവശ്യം 10 പ്രാവശ്യം കൂട്ടി നന്നായിട്ട് ഇത് നല്ലൊരു എക്സസൈസ് ആയിരിക്കും. നമ്മളെ ഹാർട്ടിൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. പിന്നെ നാഡീശോധൻ പ്രാണായാമം, അത് ചെയ്ത് ഇൻഹേൽ ഒരു നോസ് ബ്ലോക്ക് ചെയ്തിട്ട് മറ്റേതിലൂടെ ഉള്ളിലേക്ക് എടുത്ത് അതും ഞാൻ ചെറിയ ഷോർട്സ് ഒക്കെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ഇതും അതേപോലെ എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ചെയ്യാം. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മുടങ്ങാതെ ഡെയിലി ഇന്നു മുതൽ മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യാം. അടുത്തത് പറയാനുള്ളത്, നമുക്ക് ലഗേജ് പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ട്രോളി ബാഗും ഒരു സ്ലിംഗ് ബാഗും മതിയാവും നമുക്ക്. കാരണം ഇപ്പം നമ്മൾ എവിടെ പോകുമ്പോഴും പുറത്തു പോകുമ്പോഴൊക്കെ മക്കളും എല്ലാവരും ഉണ്ടാവും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ യാത്രയിൽ നമ്മളുടെ ലഗേജ് നമ്മൾ തന്നെ ക്യാരി ചെയ്യേണ്ടി വരും. ഈ വാരണാസിയിലൊക്കെ ചില ഗല്ലികളിലൊന്നും വണ്ടികൾ എത്തിച്ചേരില്ല. അപ്പൊ കുറച്ചെങ്കിലും നമ്മൾ നടക്കേണ്ടി വരും. ചിലപ്പോൾ ഈ ലഗേജ് പിടിച്ച് നടക്കേണ്ട അവസരവും വരും. പക്ഷെ ഈ നമ്മളുടെ ട്രാവൽ ഏജൻസ് പറഞ്ഞിട്ടുള്ളത് അവരങ്ങനെ ഒരു അവസരം ഉണ്ടാക്കില്ല, അവരെല്ലാ സപ്പോർട്ടും ചെയ്യുമെന്നാ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കൂടെ നമ്മൾ എല്ലാത്തിനും പ്രിപ്പയർ ആയിരിക്കണം. അതുകൊണ്ട് ലെസ് ലഗേജ് മോർ കംഫർട്ടബിൾ, എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കുക. 7 ഡേയ്സിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ, നല്ല ഡ്രസ്സ് പ്ലസ് അതിന്റെ കൂടെയുള്ള എന്തൊക്കെയാണോ ഗാർമെന്റ്സ് അത് കൂടെ എടുക്കുക, പ്ലസ് 2 or 3 നൈറ്റ് ഡ്രസ്സ്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ പാക്ക് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ അത് എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ലഗേജ്? ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാല് ഫസ്റ്റ് ഒരു പ്രാവശ്യം പാക്ക് ചെയ്യും. അപ്പൊ ഈ 7 ഒന്നും ആയിരിക്കില്ല, 10-15 ഡ്രസ്സ് ഉണ്ടാവും. അത് പിന്നെയും അത് പുറത്തേക്ക് എടുത്ത് എന്തൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ എലിമിനേറ്റ് ചെയ്ത് പിന്നെയും തിരിച്ച് പാക്ക് ചെയ്യും. അങ്ങനെ ഒന്ന് 2-3 പ്രാവശ്യം ചെയ്തു നോക്കിയാല് ഏറ്റവും കുറച്ച് ഡ്രസ്സേ നമുക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൂടെ നമുക്ക് ഗ്രൂപ്പിൽ ഇടാൻ പറ്റും. പിന്നെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സ്ലിംഗ് ബാഗ് കൊടുക്കുന്നുണ്ട്. അതിൽ എല്ലാവർക്കും ഒരേ കളർ ബാഗ് ആയിരിക്കും. അതിന്റെ മേലെ ഫൗണ്ടേഷന്റെ പ്രിന്റും ഉണ്ടാവും, ലോഗോ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഏത് ഗ്രൂപ്പിലും ഇപ്പൊ മിസ്സായി പോയാലും നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കരമായിട്ട് സഹായിക്കും. അതുകൊണ്ട് ഈ ബാഗ് തന്നെ ക്യാരി ചെയ്യണമെന്ന് കമ്പൽസറിയാണ്. കാരണം ഇത് മിസ്സാവാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗമാണ്. അപ്പൊ നിങ്ങൾ ഒരു ട്രോളി ബാഗ് കയ്യിൽ ഇപ്പൊ ഇത് വാരണാസി എത്തിക്കഴിഞ്ഞിട്ടേ തരാൻ പറ്റുള്ളൂ. അപ്പം കയ്യിലെടുക്കുന്ന ബാഗ് ട്രോളി ബാഗിനുള്ളിൽ വെച്ചാൽ മതി. ഈ ബാഗ് നമുക്ക് അവിടുന്ന് ക്യാരി ചെയ്യാം. ഈ ബാഗിൽ പാക്ക് ചെയ്യേണ്ട കാര്യമായിട്ടുള്ള സാധനങ്ങള് ട്രാവൽ മെഡിസിൻ എന്തൊക്കെയാണോ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വിത്ത് പ്രിസ്ക്രിപ്ഷനോട് കൂടി മെഡിസിൻസ് ഇതിനകത്ത് വെക്കാം. അതല്ലാണ്ട് ട്രാവൽ ഡോക്യുമെന്റ്സ് മീൻസ് ടിക്കറ്റുകള്, പിന്നെ ആധാർ കാർഡ്, വേറെ പിന്നെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനും ഒരു ID കാർഡ് എല്ലാവർക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ കാർഡ് ഉള്ളിൽ വെക്കണം. ഇതിന്റെയൊക്കെ സെറോക്സ് ഈ ബാഗിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഒറിജിനൽ ട്രോളി ബാഗിൽ വെക്കാം. പിന്നെ ഇത്രയും കാര്യങ്ങൾ. പിന്നെ ട്രാവൽ മെഡിസിൻസ് എന്തൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത് എന്ന് വെച്ചാല് ഇൻഡൈജഷൻ സംഭവിച്ചാല് അതിനുള്ള മെഡിസിൻ അത് ഡോക്ടറോട് ട്രാവൽ മെഡിസിൻ എന്ന് ചോദിച്ചാലേ പറഞ്ഞു തരും. അത് കഴിഞ്ഞ് ഫീവർ, ഹെഡേക്ക്, പിന്നെ കുറച്ച് ബാൻഡേജുകള്, പിന്നെ
മാസ്ക്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതും ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കാം, എന്തൊക്കെയാണ് നമ്മൾ കയ്യിൽ വെക്കേണ്ടത് എന്നുള്ള. ഈ മെഡിസിൻസും ഹാൻഡ് ബാഗിൽ വെക്കണം. ഇപ്പോഴത്തേക്ക് എനിക്ക് ഇത്ര കാര്യങ്ങളെ ഷെയർ ചെയ്യാനുള്ളൂ. ബാക്കി നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഷെയർ ചെയ്തോളൂ. എനിക്ക് അറിയില്ലെങ്കിലും ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് അത് പറഞ്ഞുതരാൻ പറ്റുമോ നോക്കാം. ജയശങ്കര, എല്ലാരെയും കാണാൻ ആഗ്രഹമുണ്ട്. ഒരുമിച്ച് നല്ല ഒരു കുടുംബം പോലെ പോയിട്ട് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയശങ്കര. വളരെ സന്തോഷം സജനാജി. തീർച്ചയായിട്ടും സജനാജിയുടെ വാക്കുകൾ യാത്രികർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. എനിക്ക് തോന്നുന്നു അതിനകത്ത് വിട്ടുപോയൊരു കാര്യം, അതായത് ഇപ്പോൾ BP-ക്കും ഷുഗറിനും ഒക്കെ അല്ലെങ്കിൽ ടാബ്ലറ്റ് എടുക്കുന്നവർ അതുകൂടെ കരുതിക്കൊള്ളുക. അതുപോലെ വരുന്നതിന് മുമ്പായിട്ട് തന്നെ അവരുടെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ചെയ്തു കൊള്ളുക. ഹാർട്ട് പേഷ്യൻസ് വല്ലതും ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ മുൻകൂട്ടി നമ്മളെ കോർഡിനേറ്റേഴ്സിനെ അറിയിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വിട്ടുപോയതല്ലാതെ സജനാജി ഓൾറെഡി പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്തിരുന്നതാണ്. അതേപോലെ തന്നെ നമ്മളെല്ലാവരും ഒരു ആത്മബന്ധം, കാരണം നമ്മൾ യാത്രകൾ മുമ്പ് ബ്രിജേഷ് അദ്ദേഹം തന്ത്രിദേവൻ പറഞ്ഞ പോലെ നമുക്ക് യാത്ര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഞാനെന്ന ഭാവം ഇല്ലാതാക്കുവാനും ഒരു ആത്മബന്ധം ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ടാണ് ആദിശങ്കര കുടുംബം എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിലെ ഓരോ അംഗങ്ങളും ഈ ആദിശങ്കര കുടുംബാംഗങ്ങളാണ്. എല്ലാവർക്കും ഒരു ആത്മബന്ധം അങ്ങോട്ട് പരസ്പരം ഉണ്ടാവുക. ചെറിയ ചെറിയ തെറ്റുകളോ കുറ്റങ്ങളോ കുറവുകളോ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് അല്ലെങ്കിൽ കോർഡിനേറ്റേഴ്സിനോടോ അല്ലെങ്കിൽ നമ്മളത് കാരണം ഇത് യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്ന നമുക്ക് മനസ്സിനും അല്ലെങ്കിൽ ശരീരത്തിനും ഒരു ഉല്ലാസം നൽകുന്നതാണ്. അപ്പം അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത് എല്ലാവരുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തതായി ഞാനിവിടെ നമ്മുടെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും സ്വയം പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള സമയം അതിനുവേണ്ടി നിയോഗിക്കുകയാണ്. അപ്പം ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഇതിനകത്ത് കാണുന്ന രീതിയിൽ, അതായത് നമ്മളിതിനകത്ത് ആരൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ളതിൻ്റെ പേരുകൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ ഞാൻ ഓരോരുത്തരെയായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കാം. അവരവരുടെ പേരും അതേപോലെ തന്നെ ആരൊക്കെയാണ് വരുന്നത്, കുടുംബം എവിടെയാണ്, നാട്ടിലെവിടെയാണ്, എന്ത് ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു എന്താ പറയുക, സന്തോഷവുമാവും. അതേപോലെ തന്നെ ഒരു അപരിചിതത്വം അനുഭവപ്പെടുകയുമില്ല. അപ്പം എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ ആൽഫബറ്റിക്കൽ ഓർഡർ ആദ്യം കാണുന്നത് ശ്രീമതി അംബിക രാമചന്ദ്രനാണ്. ഈ ആൽഫബറ്റ് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഓൺ ചെയ്തിട്ട് ഒന്ന് പരിചയപ്പെടുത്തുക. ശ്രീമതി അംബിക രാമചന്ദ്രൻ. ഹലോ, ഞാൻ അംബിക രാമചന്ദ്രൻ. നമസ്കാരം. നമസ്കാരം ജയശങ്കര. ഇതെന്റെ ഹസ്ബൻഡാണ്. ഞങ്ങൾ നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം ജയശങ്കര. എവിടെയാണ്, നാട്ടിലെവിടെയാണ്? തൃശ്ശൂരാണ്. സൗണ്ട് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. എനിക്കാണോന്ന് അറിയില്ല. ഒന്നും കൂടെ ഒന്ന്. ഞങ്ങളുടെ നാട് തൃശ്ശൂരാണ്. പക്ഷെ ഞാൻ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ബോംബെ തന്നെയാണ്. ഓക്കെ. സന്തോഷം. നിങ്ങൾ ഇരുവരും ഉണ്ടാവും അല്ലേ? യാത്രയിലുണ്ടല്ലോ അല്ലേ? രണ്ടുപേരും ഉണ്ടാവും. വളരെ സന്തോഷം. ശ്രീകാന്തിനെ ഓരോരുത്തരായിട്ട് വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളൂ. അതായിരിക്കും നല്ലത്. കാരണം ശ്രീകാന്തിക്ക് എല്ലാവരെയും അറിയാം, നേരിട്ട് തന്നെ അറിയാം. അപ്പൊ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഞങ്ങളാണല്ലോ. ശ്രീകാന്ത് കേൾക്കുന്നുണ്ടോ? എന്റെ അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു ഓർഡറിൽ നോക്കണമെങ്കിൽ ആ പാർട്ടിസിപ്പൻസിന്റെ ഇതിനകത്ത് നോക്കിയാൽ ആൽഫബറ്റിക് ഓർഡറിൽ കാണാൻ സാധിക്കും. ഇപ്പൊ അംബിക രാമചന്ദ്രനെ കഴിഞ്ഞ് അതിനടുത്തത് കാണുന്നത് എനിക്ക് തോന്നുന്നു ആശാദേവിയാണ്. ആശാദേവി. ശ്രീകാന്തിയുടെ വോയിസ് മ്യൂട്ടാണ്. അങ്ങനെയല്ല കാണുന്നത്. അതാണ് ജ്യോതിഷേട്ടൻ തന്നെ വിളിച്ചോളൂ, കുഴപ്പമില്ല. എന്റെ എല്ലാം മുന്നേ മിക്സ് ആയിട്ടാ കാണുന്നത്, പലതായിട്ടാ കാണുന്നത്. അടുത്ത ആശാദേവിയാ കാണുന്നത്. ആശാദേവി മ്യൂട്ട് മാറ്റിക്കോളൂ. ശ്രീമതി ആശാദേവി മ്യൂട്ട് മാറ്റിക്കോളൂ.
ഇല്ലില്ല. ലോഡിങ് എന്തോ പോയതാ. ഇപ്പൊ കേൾക്കാന്നാണോ? ഓപ്പണായിട്ട് പറഞ്ഞോളൂ ആന്റി ആശാദേവി. ഹലോ, ആ കേൾക്കാം നമസ്കാരം. കേൾക്കാം നമസ്കാരം. ഞാനിപ്പോ പയ്യന്നൂരാണ്, എന്റെ സ്വദേശം നാട്ടിലാണ് ഉള്ളത്. ഫെബ്രുവരി ആദ്യം അങ്ങോട്ട് വരും, ബോംബെയിലേക്ക്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ നാളത്തെ യാത്രയിൽ കാണാം ജയശങ്കര. ചിലപ്പോ ഇങ്ങളായിരിക്കും. അടുത്ത കേട്ടുണ്ട് ദിയ നായർ. മിക്കവാറും ഉഷ ആന്റിയുടെ ആവൂല്ലേ? ഉഷ രവീന്ദ്രൻ അവരുടെ ആയിരിക്കും. അവർ അഹമ്മദാബാദിലാണുള്ളത്. അവര് ദിയ നായർന്ന് കാണുന്നുണ്ട് അല്ലേ? ഹലോ, ദിയ നായർ. ദിയ നായർ കാണുന്നുണ്ട്, സംസാരിച്ചോളൂ. ഇത് രവീന്ദ്രനും ഇത് രവീന്ദ്രൻ അതുകൊണ്ട് അതെ അതെ, രണ്ടാരും കുഴപ്പമില്ല. അത് സംസാരിച്ചോളൂ. അപ്പോ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ബുക്കിങ്ങിന്റെ ഇടയ്ക്കെല്ലാം തിരുമേനിയായിട്ട് സംസാരിക്കലും ഒരുപാട് നമ്മൾ ഇടപഴകിയിട്ടുള്ളതാണ്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരുമിച്ച് കാണുന്നു, സന്തോഷമായിട്ട് പോയി വരുന്നു. ആയുസ്സാരോഗ്യം ഭഗവാൻ തരട്ടെ. നാട് ഞാൻ തൃശ്ശൂരാണ്, പക്ഷെ ഞങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കുന്ന അഹമ്മദാബാദിലാണ്. ഇയാള് പെരുമ്പാവൂരാണ്. കാലടി പെരുമ്പാവൂർ അവിടെയാണ്. പക്ഷെ ഞാൻ ബോൺ ആൻഡ് ബോട്ടം ബോംബെയിലായിരുന്നു. നല്ല ഞാൻ തൃശ്ശൂര് ചേലക്കര എന്ന് പറയും. എന്റെ ചേച്ചി ഉണ്ട് കൂടെ. ഇപ്പൊ ചേച്ചി ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. 2 ചേച്ചിമാരുണ്ട്. ഒരു ചേച്ചി സുമ ചേച്ചി വേറെ ഉണ്ട്. സുമ മുകുന്ദൻ, അതുപോലെ ലക്ഷ്മി നായർ. ഓ അത് ശരി. ഇവര് 4 പേരുണ്ട്, ഫാമിലീസ് 4 പേരുണ്ട് യാത്രയ്ക്ക്. 4 പേരുണ്ട്. ലക്ഷ്മി ചേച്ചിന്റെ എല്ലാവരെക്കാട്ടിലും സ്ട്രോങ് ആണ് ഞങ്ങള്. 4 പേരുണ്ട്. അതെ അതെ താങ്ക് യു സോ മച്ച്. ഞങ്ങൾ തമാശ പറയുന്ന കൊടുത്തില്ല കേട്ടോ. ആയിക്കോട്ടെ. വളരെ സന്തോഷം പരിചയപ്പെട്ടത്. യാത്രയിൽ ഒരു തവണ ഫോണിൽ സംസാരിച്ചെങ്കിൽ നേരിട്ട് ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. ഫോണിൽ ഒരുപാട് തവണ സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമസ്കാരം. ജയശങ്കര. അടുത്തതായിട്ട് ഗോപിനാഥൻ പിള്ള. PVG ഇവിടെ ഉണ്ടല്ലോ. ഗോപിനാഥൻ പിള്ള പരിചയപ്പെടുത്തിക്കോളൂ. അല്ല, പിള്ള സാറ് കേൾക്കണ്ടല്ലോ അല്ലേ? പിള്ള സാറ് മ്യൂട്ടൊന്ന് മാറ്റിയിട്ട് സംസാരിച്ചോളൂ. മൊബൈലാണെങ്കിൽ ഒരു മൈക്കിന്റെ ചിത്രം കാണാം, ഒന്ന് തൊട്ടാ മതി. സൗണ്ട് വരുന്നില്ല. മ്യൂട്ടൊന്ന് മാറ്റിയിട്ട് സംസാരിച്ചോളൂ. ഞാൻ സുമ മുകുന്ദനാണ്. ഹലോ. ഇപ്പൊ കേക്കാം പറഞ്ഞോളൂ. പിള്ള സാറ് സംസാരിച്ചോട്ടോ. കേക്കാം പറഞ്ഞോളൂ. കേക്കാം അല്ലേ? ഞാന് നാട്ടിലെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. ബോംബെയില് സെറ്റിൽഡ് ആണ്. റിട്ടയർഡ് ഗവൺമെന്റ് സർവന്റ് ആണ്. എല്ലാവരുടെയും കൂടെ ഒക്കെ വരാൻ ഭാഗ്യം കിട്ടിയതിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. വേറൊന്നും പ്രത്യേകം സംസാരിക്കാനില്ല. ഇപ്പം എല്ലാ കാര്യങ്ങളും സംസാരിച്ചല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ചായിട്ടൊന്നും പറയാനില്ല. ശരി തിരുമേനി. ഓക്കെ. അടുത്തായിട്ട് ഇന്ദിരാ ബാലകൃഷ്ണൻ സംസാരിച്ചോളൂ. ഇന്ദിര ആന്റി. ഇന്ദിരാ ബാലകൃഷ്ണൻ മ്യൂട്ടാണോ? കാണുന്നില്ലല്ലോ. മ്യൂട്ടാണ്, ഓഫാക്കിയിട്ടാണുള്ളത്. നോക്കാം. ഇന്ദിര കേൾക്കണ്ടോ? ഇല്ല, നമുക്കെന്നാ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം നല്ലതേ. അടുത്ത കമലം നായർ. കമലാന്റി ഒന്ന് സംസാരിച്ചോളൂ. കമലം നായർ.
മ്യൂട്ട് മാറ്റിക്കോളൂ, മ്യൂട്ട് മാറ്റിക്കോളൂ. സംസാരിക്കുന്ന കേൾക്കുന്നില്ല, മ്യൂട്ട് മാറ്റിക്കോളൂ. ആ താഴെ ഒരു മൈക്കിന്റെ ഇത് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആയിട്ടില്ല. അതെ. നമ്മളതിന്റെ മ്യൂട്ട് ഒന്ന് മാറ്റിയിട്ട് സംസാരിക്കും. മൊബൈലാണെങ്കിൽ അതിന്റെ അറ്റത്തൊരു മൈക്കിന്റെ ചിത്രം കാണാം, അത് തൊട്ടാ മതി. കേൾക്കണില്ല. അതെ, കേൾക്കണില്ല. മൊബൈലില് ഏറ്റവും ലാസ്റ്റില് ഇപ്പോൾ കേൾക്കാം. ഹലോ, ഞാനൊരു യാത്രയിലാണ്. തൃശ്ശൂരിൽ നിന്നാണ് ശ്രീദേവി. പറഞ്ഞോളൂ. എന്താ പറയണ്ടെന്ന് എനിക്ക് ക്ലിയർ ആവുണ്ടായിരുന്നില്ല. ശ്രീദേവി തൃശ്ശൂരിൽ നിന്നാണ്. അതെ. തലയോപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. യാത്രയുടെ കാണാം, നേരിൽ പരിചയപ്പെടാം. സന്തോഷം. ജയശങ്കര. ഹലോ. കമലാഞ്ജിയുടെ മ്യൂട്ട് മാറിയിട്ടില്ല കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. നിർമ്മല ഉണ്ട്, ശ്രീധരൻ, നിർമ്മല ശ്രീധരൻ. പിന്നെ അവിടെ പോയി കിട്ടിയില്ലെങ്കിൽ നിർമ്മല പറഞ്ഞോളൂ, കേൾക്കണ്ട, സംസാരിച്ചോളൂ. ഞാൻ ശ്രീധരൻ, ഞാനും എന്റെ ഭാര്യ നിർമ്മലയും കൂടിയിട്ടാണ് വരുന്നത്. ഒന്ന് പറയേണ്ടി. ഇപ്പൊ മുഖം കാണാം, മുഖം കുറച്ച് അളിയാന്നത് ചരിച്ചിട്ടാണ്. ഇപ്പം കാണാം. സംസാരിച്ചോളൂ. ഞങ്ങൾ തൃശ്ശൂർക്കാരാണ്, ഇവിടെ പൂത്തോളില്. പക്ഷെ ഞങ്ങൾ സെറ്റിൽ ചെയ്യുന്ന ബോംബെയിലാണ്. ശ്രീകാന്ത് തിരുമേനി പൂജിക്കുന്ന അമ്പലത്തിന്റെ വളരെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ യാത്രയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സുന്ദരമായ യാത്ര ഉണ്ടാക്കി തരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ടോ തിരുമേനി? നമസ്കാരം. ലക്ഷ്മി നായരുണ്ടോ? ലക്ഷ്മി ആന്റി സംസാരിച്ചോളൂ. ലക്ഷ്മി നായർ ആന്റി സംസാരിച്ചോളൂ. ഞാനിവിടെ ബോംബെയിലാണ്, നെരൂളിലാണ്. തിരുമേനിക്ക് അറിയാലോ എന്റെ കാര്യങ്ങളൊക്കെ. എന്നാലും പരിചയപ്പെടാം. നെരൂളുകാരല്ലാത്തൊരു കുറച്ച് പേര് ഇതിലുണ്ട്, അവർക്കും കൂടി ഒന്ന് പരിചയപ്പെട്ടിട്ട്. അതെ, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. ഞാൻ ഇവിടെ കേരളത്തിലാണ്, എന്റെ നാട് തൃശ്ശൂര്. പിന്നെന്താ പറയാനുള്ള, ഇനി വേറൊന്നും കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. നേരിൽ കാണുമ്പോ കൂടുതൽ പരിചയപ്പെടാം, സംസാരിക്കാം. എന്റെ ബ്രദറും ഒരു ഉഷയൊക്കെ വർത്താനം പറഞ്ഞുല്ലോ. പറഞ്ഞു. പിന്നെ സുമാമുകുന്ദനും വർത്താനം പറഞ്ഞു. സുമാന്റി വിളിച്ചില്ല, നമ്പർ ആവണേ ഉള്ളൂ. ശരി. ജയശങ്കര. ജയശങ്കര. തന്നെ പ്രസന്ന നായർ. പ്രസന്ന കേൾക്കണ്ട? 2 പ്രസന്നമാരുണ്ട്. ആരാച്ചാ സംസാരിച്ചുള്ളൂ. അതില് മുഴുവൻ കാണുന്നില്ല പേര്. നമസ്കാരം. ഞാൻ പ്രസന്ന നായർ. എന്റെ നാട് കോട്ടയമാണ്. ഞാൻ പക്ഷേ താമസിക്കുന്നത് നേരൂളിലാണ്. ഇവിടെ സെറ്റിൽ ആയിട്ടുള്ളതാണ്. പിന്നെ ഈ യാത്രയിൽ എനിക്കും കൂടി പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ യാത്ര പോയി തിരിച്ചു വരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ജയശങ്കര. ഇനിയിപ്പോ ഇതില് ഹലോ, ഞാൻ സംസാരിക്കട്ടെ?
സംസാരിച്ചോളൂ സംസാരിച്ചോളൂ. എനിക്കൊന്ന് പുറത്തു പോകാൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ പറഞ്ഞ് സംസാരിച്ചോളൂ. ഞാൻ സുമ മുകുന്ദൻ, കൽവേലി താമസിക്കുന്നു. പിന്നെ ഞാൻ അങ്ങനെ യാത്രകളിലൊന്നും അധികം പോകാത്ത ആളാണ്. നിങ്ങളുടെ കൂടെയൊക്കെ വരണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് വരുന്നതാണ്. പിന്നെ എൻ്റെ നാട് ഗുരുവായൂരാണ്. പിന്നെ കൂടുതൽ പിന്നെ നമുക്ക് പരിചയപ്പെടാം. എനിക്കൊരു പ്രോഗ്രാം ഉണ്ട് ഇന്ന് നിരോളിൽ തന്നെ, എനിക്ക് പോണം. അത് വേഗാതെയാണ് 5 മിനിറ്റ്. ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ. ഈ യാത്രയിൽ നേരിട്ട് കാണാം, കൂടുതൽ പരിചയപ്പെടാം, അതെ, അതാണ് ഞാൻ ഇടയ്ക്ക് കയറി പറയുന്നത്. അതെ അതെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. സംസാരിക്കട്ടെ. ഓക്കെ, പിന്നെ കാണാം. ആയിക്കോട്ടെ. പ്രസന്ന ഒരാളും കൂടി ഉണ്ട്, പ്രസന്ന നായർ. കേൾക്കണ്ടോ? നേരത്തെ കേറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിരുന്നില്ല, കേറിയ പേര് മുഴുവൻ കാണുന്നില്ല. പിന്നെ ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ, ഓരോരുത്തരായിട്ട് പറഞ്ഞു വന്ന സമയം. ഞാൻ മീന സുബ്രഹ്മണ്യം. ആലുവ നാട്. ഞാൻ നെറൂളിലാണ് താമസിക്കുന്നത്. എല്ലാവരും കൂടി പരിചയപ്പെടാം. സന്തോഷം. വിജയേട്ടാ, പ്രസന്ന ചേച്ചി പറഞ്ഞോളൂ. മ്യൂട്ടൊന്ന് മാറ്റിക്കോളൂ. വിജയേട്ടാ മ്യൂട്ടൊന്ന് മാറ്റിക്കോളൂ. പ്രസന്ന നായർ. എന്റെ നാട്, ഞാൻ കോട്ടയമാണ്. കേരളത്തിൽ കോട്ടയം എന്നുള്ള സ്ഥലത്ത് നിന്നാണ്. ഇവിടെ ഇപ്പം നെരൂളിൽ സെറ്റിൽ ആയിട്ടുണ്ട്. കുറെ വർഷങ്ങളായി ഇവിടെ തന്നെയാണ്. പിന്നെ ഈ യാത്രയിൽ എനിക്കും കൂടി പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ആരോഗ്യത്തോടു കൂടി തന്നെ യാത്രയിൽ പങ്കെടുത്ത് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ജയശങ്കര. ജയശങ്കര. പ്രസന്ന വിജയൻ നായർ, പ്രസന്ന ചേച്ചി സംസാരിച്ചോളാം, മ്യൂട്ടൊന്ന് മാറ്റിയിട്ടേ. മൈക്കിന്റെ മ്യൂട്ടൊന്ന് മാറ്റണം. അതിന്റെ അടിയിൽ തന്നെ നോക്കിയാൽ മതി, ആ ഒരു മൈക്കിന്റെ രീതിയിലുള്ള ഇത് കാണാം. അതൊന്ന് ക്ലിക്ക് ഒരു മൈക്കിന്റെ ഐക്കൺ കാണാം, അതിലിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. അത് വീഡിയോ മൈക്ക് ഇതാണോ? അതെന്തോ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. സാരമില്ല. നമുക്ക് കുറച്ച് ഒന്ന് നോക്കി വെച്ചോളൂ, അത് കഴിഞ്ഞാൽ നമുക്കൊന്ന് സംസാരിക്കാം ലാസ്റ്റ്. ഉണ്ടല്ലോ, അപ്പൊ ശ്രീകാന്തിനെ പരിചയപ്പെടുത്തിക്കോളൂ അവരെ. അതെ, ഒരു പ്രസന്ന വിജയൻ നായർ നമ്മളെ അമ്പലത്തിൽ സ്ഥിരം പറഞ്ഞാണ്, നെരൂളുള്ള തന്നെയാണ്. വിജയേട്ടൻ പിന്നെ പുറകിലേക്കുള്ള വിജയേട്ടൻ, അദ്ദേഹമാണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഇട്ടോ, ടിക്കറ്റിങ്ങിന്റെ സൗകര്യങ്ങൾ, ബാക്കി വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹമാണ്. അതായത് അദ്ദേഹത്തിനും കൂടി ഈ ഒരു അവസരത്തിൽ നന്ദി. പ്രസന്നേച്ചി എന്നാ നോക്കി വെച്ചോളൂ, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. മ്യൂട്ടൊന്ന് മാറ്റി വെച്ചോളൂ, കേട്ടോ. അല്ലെ മൈക്ക് മ്യൂട്ട് മാറുമ്പോ ഒന്ന് സംസാരിച്ചാൽ മതി. മൊബൈലിലാണോ? മൊബൈലിലാണെങ്കിൽ അതിന്റെ അടിയിൽ ഒരു മൈക്കിന്റെ ഐക്കൺ കാണാം ലാസ്റ്റില്. ഞാൻ ലീല ഗോപകുമാർ. ഒന്ന് പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ജയശങ്കര. ഞാൻ നെറൂൾ അയ്യപ്പന്റെ അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ്. ഞങ്ങളുടെ തിരുമേനിയാണ്. ഞങ്ങൾ ദിവസവും അമ്പലത്തിൽ പോണവരൊക്കെയാണ്. എല്ലാം തിരുമേനിക്ക് അറിയാം. കൂടുതലൊന്നും പറയാനൊന്നും ഇല്ല. എല്ലാവരെയും ഒന്നിച്ച് കാണാൻ പറ്റിയതിൽ വളരെ വളരെ സന്തോഷം. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ. ഞാനും പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്, കുന്നംകുളം സൈഡ്. താമസിക്കുന്ന നെറൂൾ തന്നെ. രാധ, എന്റെ പേര് രാധ എന്നാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. പറഞ്ഞോളൂ. വേറെ ഒന്നുമില്ല, എല്ലാം സുഖം. അവിടെ വെച്ച് കാണാം. ഞാനും പഴയൊരു കുന്നംകുളംകാരനാണ്. അറിയോന്ന് അറിയില്ല, ഞാനും കുന്നംകുളത്തായിരുന്നു കുറെ കാലം, നെരൂള് വരുന്നതിന് മുമ്പേ. അതെയോ? ഞാൻ ജനിച്ച മുളന്നൊക്കെ കുന്നംകുളത്താണ്. അതെ. ടൗണിൽ തന്നെ, അവിടെ തലക്കോട്ടൂര് ശിവക്ഷേത്രം ഉണ്ട്, ശിവന്റെ അമ്പലം ഉണ്ട് ടൗണിൽ തന്നെ. അവിടെ അച്ഛൻ അവിടെ ശാന്തിയായിരുന്നു. അതെ. ഞാൻ ജനിച്ച വളർന്നേക്കാളെ ഞാൻ 2003 വരെ കുന്നംകുളത്ത് തന്നെയായിരുന്നു. അതിന് ശേഷമാണ് ബോംബെയിൽ വന്നത്.
അതിപ്പോഴാ പറയാൻ പറ്റിയത് മാത്രം. അത്രയും വർഷമായിട്ട് നമുക്ക് സംസാരിക്കാം, കൂടുതൽ സംസാരിക്കാം. അമ്പലത്തിൽ വരുമ്പോ കാണുമ്പോ സംസാരിക്കാം. അമ്പലത്തിൽ വന്ന് അന്വേഷിക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ നമസ്കാരം. ജയശങ്കര. ജയശങ്കര ജയശങ്കര. ഇനി ആരൊക്കെയുണ്ട് പരിചയപ്പെടുത്തുവാനായിട്ട്? മീന എസ്. ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ പറഞ്ഞോളൂ. എന്റെ പേര് രമ രാമകൃഷ്ണൻ. ഞാനും എന്റെ ഹസ്ബൻഡ് രാമകൃഷ്ണനുമാണ് ഈ യാത്രയിൽ വരുന്നത്. ഞങ്ങൾ ബോംബെയിൽ സെറ്റിൽഡ് ആണ്. ഇപ്പോൾ വളരെ അടുത്ത കാലത്താണ് നെരൂരിലേക്ക് താമസം മാറിയത്. അപ്പൊ അവിടെ ഈ അമ്പലത്തിന് അടുത്തായത് കൊണ്ടിട്ട് തിരുമേനിയുടെ ഒരു അനുഗ്രഹം ഇങ്ങനെ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നാണ് ഇങ്ങനെ ഒരു യാത്രയ്ക്ക് വാരണാസി പോകണം. അപ്പൊ അതിന്റെ കൂടെ ആദ്യം ഗയ ഇല്ലായിരുന്നു പറഞ്ഞപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. എന്നാലും വാരണാസിയെങ്കിൽ വാരണാസി പോകാം എന്ന് വിചാരിച്ചു. പിന്നെ പലരുടെ അഭിപ്രായം വാങ്ങിച്ച് ഗയയും കൂടെ ഇൻക്ലൂഡ് ചെയ്തു. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. 8 മാസമേ നെരൂരില് താമസം തുടങ്ങിയിട്ട്. അപ്പോഴ് ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് എനിക്ക് ഹരിപ്പാടാണ്, ഹസ്ബൻഡിന് തിരുമാന്താംകുന്ന് ദേവീക്ഷേത്രത്തിന്റെ അടുത്ത് അങ്ങാടിപ്പുറം അവിടെയാണ്. അപ്പൊ ഞങ്ങൾ പയ്യ ബോംബെയിൽ സെറ്റിൽഡ് ആണ്. ഇപ്പം ഞങ്ങളുടെ ഓൺ വീട് ഇപ്പൊ താനയിലാണ്. ഇപ്പൊ മകന് വേണ്ടിയിട്ട് നെരൂരിലേക്ക് താമസം മാറി. അപ്പൊ ഭഗവാൻ ഇങ്ങനെ ഒരു വലിയൊരു അനുഗ്രഹമാണ് തന്നത്. ബിക്കോസ് എനിക്ക് വിചാരിക്കുമ്പോൾ ഭഗവാനെ ഈ ഒരു യാത്രയ്ക്കും വളരെ ഒരു സൗകര്യം കിട്ടി. യാത്രയൊക്കെ മംഗളകരമായിട്ട് ഭഗവാൻ നടത്തി തരട്ടെ, എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നമസ്കാരം. നമസ്കാരം. ഞാൻ രാധാനാരായണൻ, സജനയുടെ മാതൃയിലാണ്. താമസിക്കുന്നത് ചെന്നൈയിലാണ്. അമ്മയും ഒരു 50 വർഷത്തോളം ബോംബെയിൽ തന്നെയായിരുന്നു. ഇപ്പോഴങ്ങോട്ടേക്ക് മാറി നാട്ടിലേക്ക് വന്നത്. എല്ലാരെയും നേരെ കാണാം. മീന പറഞ്ഞോളൂ. ആരാ? പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഞാൻ ലളിതാ കൈമൾ, നെരൂർ. എന്റെ നാട് മാവേലിക്കരയാണ്. പിന്നെ തിരുമേനിക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു അറിയണ്ട, നമുക്ക് പരിചയമുള്ളതല്ലേ. അല്ലാതെ ചോദിച്ചു എനിക്ക് എന്നെ അറിയായിരിക്കും. നമ്മുടെ ആദിശങ്കര ഗ്രൂപ്പിൽ ഞാൻ മുംബൈ ചാപ്റ്ററിലെ നമുക്കറിയാം, നേരിട്ട് തന്നെ അറിയാം. നേരിട്ട് മീൻസ് ഇതിനകത്തൂടെ കണ്ടുള്ള പരിചയമുണ്ട്. തീർച്ചയായിട്ടും അപ്പൊ കുറെ പ്രഭാഷണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാന്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു യാത്ര നമുക്ക് ഒരുക്കി തന്നതിന് എല്ലാവരോടും ഒരു നന്ദി പറയുന്നു. കൂടാതെ നമുക്ക് യാത്ര വളരെ ഒരു കുടുംബമായിട്ട് തന്നെ വളരെ സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോയൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഈ യാത്ര അവസാനിപ്പിക്കാൻ വന്ന് എല്ലാം ഭഗവാനെ കണ്ട് വീട്ടിൽ സുഖമായിട്ട് ഒരു അസുഖങ്ങളും ഇല്ലാതെ എത്തിത്തരാന് ഭഗവാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കൃഷ്ണ ജയശങ്കര ജയശങ്കര. മീന പറഞ്ഞോളൂ. ആന്റി പറഞ്ഞോളൂ. ഞാൻ മീന സുബ്രഹ്മണ്യൻ. ഞാൻ പറവൂരാണ്, ആലുവ പറവൂര്. എനിക്ക് ഭാഗ്യം കൊണ്ട് ലാസ്റ്റ് മൊമെന്റില് നിങ്ങളുടെ ആഗ്രഹം കൊണ്ട് എനിക്ക് അഡ്മിഷൻ കിട്ടി, വരാനായിട്ടുള്ള സാന്നിധ്യം കിട്ടി. വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദി. നമസ്കാരം. നമസ്കാരം. ജയശങ്കര. നമസ്കാരം. നമസ്കാരം. ജയശങ്കര. കമല നായർ ആന്റി നേരത്തെ സംസാരിക്കാൻ പറ്റിയില്ല, ഇപ്പൊ മ്യൂട്ടില്ല, സംസാരിച്ചോളൂ. എല്ലാവരെയും കാണാൻ പറ്റിയതിൽ സന്തോഷം. ഞാൻ തൃശ്ശൂർ ചക്കരയാണ്. നെരൂരിൽ വന്നിട്ട് കുറേ കാലമായി. പിന്നെ ഈ യാത്രയിൽ പങ്കുകൊള്ളാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എല്ലാം നന്നായിട്ട് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കണം. നമസ്കാരം ജയശങ്കര. അപ്പൊ നേരിൽ എല്ലാവരെയും കാണാൻ പരിചയപ്പെടാം. നെരൂരിലുള്ളവര്. അതെ അതെ. ഞാനുണ്ട് പരിചയപ്പെടാൻ. ജയശങ്കര പറഞ്ഞൂടെ? ഓരോരുത്തരായിട്ട് പറഞ്ഞോളൂ. ഇപ്പൊ പേര് വിളിക്കണമെന്നില്ല. ഇനിയിപ്പൊ എല്ലാവരും പരിചയക്കാരാ, അതുകൊണ്ട് ആരും പേര് വിളിക്കണമെന്നില്ല. സംസാരിച്ചോളൂ. പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എങ്കിലും പോണ ഗ്രൂപ്പില് ഞാൻ പരിചയപ്പെടുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ ശാന്ത രാമചന്ദ്രൻ ഫ്രം മുംബൈ. ആദിശങ്കര ഗ്രൂപ്പിൽ എന്നെ അറിയും എല്ലാവർക്കും. എന്തായാലും ശ്രീകാന്ത് തിരുമേനന്റെ കാരുണ്യത്തില്
അദ്ദേഹം അറിയിച്ച പ്രകാരമാണ് അയ്യോ ഞങ്ങൾ അങ്ങനെ നിർവഹിക്കുന്നത്. പറയല്ലേ. എല്ലാവർക്കും നമസ്കാരം ജയശങ്കര. ഈശ്വരനോട് ആചാര്യസ്വാമികളുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി, അത്രേ വേണ്ട. ആചാര്യസ്വാമികളുടെ മാത്രം അനുഗ്രഹമാണ്, നമ്മളൊക്കെ ഇതിൽ വെറും നിമിത്തം മാത്രം, അത്രേ ഉള്ളൂ. ഒരു നിമിത്തം മാത്രമാണ്. എങ്കിലും അതെ എല്ലാവർക്കും നല്ല ആരോഗ്യത്തോടെ എനർജറ്റിക് ആയിട്ട് പോയി സന്തോഷത്തോടെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ജയശങ്കര. വേറെ ആരാണ് മുന്നോട്ട് വന്നോളൂ? എടുത്തേരെ ഇതുവരെ സംസാരിക്കാത്തവരെ മുന്നോട്ട് വന്നോളൂ. വിജയ ചേച്ചി പറഞ്ഞോളൂ. വിജയ ചേച്ചി മ്യൂട്ടല്ല, പറഞ്ഞോളൂ. കേക്കാമോ? കേക്കാം സൗണ്ട് കേക്കാം, പറഞ്ഞോളൂ. കേക്കാം. ജയശങ്കര. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ യാത്രയ്ക്ക് മുന്നിട്ട് നിന്ന തിരുമേനിക്ക് ആദ്യം നമസ്കാരം. ഈ യാത്ര സുഖമായിട്ട് എല്ലാവർക്കും ഭഗവാൻ ദർശനം തന്ന് കാത്തുരക്ഷിച്ച് അതേപോലെ സന്തോഷത്തോടെ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ നെറൂലിലാണ് താമസിക്കുന്നത്. എന്റെ നാട് തിരുവനന്തപുരം. കേൾക്കാമായിരുന്നോ? കേക്കാം കേട്ടോ. ഈ കൂടുതൽ നമുക്ക് യാത്രയുടെ അടുത്ത് പരിചയപ്പെടാം. നമസ്കാരം ജയശങ്കര. യാത്രയില് സംസാരിക്കാം. ജയശങ്കര. ജയശങ്കര. അടുത്തൊരു വത്സലാശോകൻ, വത്സല രണ്ടുപേര് കാണാം. വത്സലാശോകൻ സംസാരിച്ചോളൂ. മ്യൂട്ടൊന്ന് മാറ്റിയിട്ട് സംസാരിച്ചോളൂ. അതിന്റെ താഴെ ഒരു മൈക്കിന്റെ ചിത്രം കാണാം, ലെഫ്റ്റ് സൈഡില്. കേക്കാവോ? കേക്കാം, പറഞ്ഞോളൂ. ഞങ്ങൾ 7-ാം തീയതി ബോംബെയിലെത്തും. ഇപ്പൊ നാട്ടിലുള്ളത് തിരുമേനി. ആയിക്കോട്ടെ. ന്യൂ ബോംബെ നെറൂളാന്ന് ഞാൻ അറിയാലോ. വത്സല ക്ഷേത്രത്തിൽ കാണുന്നത്. അല്ല, എനിക്കറിയാം. അറിയാത്തവര് കുറച്ച് പേരുണ്ടായിരുന്നു. എല്ലാവർക്കും പരിചയമായിക്കോട്ടെ, മുഖം ഒരു പരിചയമായിക്കോട്ടെ ആയിട്ട്. ഇപ്പൊ പല സ്ഥലത്തുള്ളവരുണ്ട്, നമ്മളധികമായിരുന്നു മാത്രം, അത്രേ ഉള്ളൂ. നമുക്ക് കുർലയിൽ വെച്ച് കൂടുതലായിട്ട് പരിചയപ്പെടാം 13-ാം തീയതി. അതെ, തീർച്ചയായിട്ടും. ജയശങ്കര. ഞാൻ സംസാരിച്ചു നോക്കട്ടെ? സംസാരിച്ചോളൂ. എന്റെ വൈഫ് സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഇനി ഞാനൊന്നും സംസാരിക്കില്ലെന്ന് വരരുത്, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. യാത്രയിലുണ്ട്, എന്റെ വൈഫിന്റെ കൂടെ ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ വൈഫ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഈ വളരെ മംഗളകരമായി നടക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ജയശങ്കര. ജയശങ്കര. നമസ്കാരം. ഉമാറ്റി പറഞ്ഞോളൂ. പറഞ്ഞോളൂ, സംസാരിച്ചോളൂ. ഞാൻ ഉമാ പ്രതാപ്. ഞാനും ഹസ്ബൻഡും വരുന്നുണ്ട്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഞങ്ങള് സജ്നയുടെ ഒക്കെ കൂടെ ഞങ്ങൾ വരുന്നത് ട്രെയിനില്, വാരാണസിയില്. രണ്ടുപേരുടെയും മുഖം ഒന്ന് കാണിച്ചോളൂ ഉമാ മാതാജി. രണ്ടുപേരുടെ അങ്കിളിന്റെ കൂടെ മുഖം ഒന്ന് കാണിച്ചോളാൻ പറയാം. ഒരു മുഖം ഒന്ന് പരിചയം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. നമസ്കാരം. നമുക്ക് കൂടുതലുള്ള യാത്രയിലും പരിചയപ്പെടാം. നമസ്കാരം. ജയശങ്കര. വേറെ വനജ ആന്റി ഒന്ന് സംസാരിച്ചോളൂ. വനജ കൃഷ്ണൻ. മ്യൂട്ടൊന്ന് മാറ്റിയിട്ട് സംസാരിച്ചാൽ മതി, കിട്ടില്ല. സംസാരിച്ചോളൂ. നമസ്കാരം. ഞാൻ വനജ കൃഷ്ണൻ. ബോംബെയിലാണ് കുറെ കൊല്ലമായിട്ട്. ഇപ്പോ താനയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. എന്റെ അനിയത്തി വത്സല, അവള് ഭർത്താവും വരുന്നുണ്ട്. അവരുടെ കൂടെ ഞാനും ഒന്നിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. പിന്നെ പോയി സുഖമായി എല്ലാവരും തിരിച്ചു വരും, ആരോഗ്യത്തോടെ സന്തോഷത്തോടെ എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത്രേ പറയാനുള്ളൂ. ശരി. തിരുമേനി സംസാരിക്കട്ടെ? സംസാരിച്ചോളൂ. ഞാൻ ശോഭ രാധാകൃഷ്ണൻ, ഹസ്ബൻഡ് രാധാകൃഷ്ണൻ. ഹലോ തിരുമേനി. നമസ്കാരം. ജയശങ്കര. സംസാരിച്ചോളൂ, ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ബോംബെയിൽ നിന്നാണ് ഞങ്ങൾ രണ്ടുപേരും. എന്റെ വൈഫ് ശോഭ രാധാകൃഷ്ണൻ. ഞങ്ങൾ രണ്ടുപേരും വരുന്നുണ്ട്. ഞങ്ങള് നെരൂളിലാണ് താമസം. നെരൂൾ അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ്. നാട്ടിലെ എവിടെയാന്ന് കൂടി പറഞ്ഞോളൂ.
രാധാകൃഷ്ണൻ, ഇത് ഞാൻ ശോഭ രാധാകൃഷ്ണൻ. രണ്ടുപേരും നാട്ടിലെ വരുന്നുണ്ട്. അല്ല നാട്ടിലെ നാട്ടില് എവിടെയും കൂടി ഒന്ന് പറഞ്ഞോളൂ. ഒറ്റപ്പാലം. ഹസ്ബൻഡ് ഒറ്റപ്പാലം. പൂനത്തറ. അപ്പൊ വളരെ വർഷങ്ങളായിട്ട് പരിചയമാണ് ഇവിടെ. ഞാനിപ്പോ കുന്നങ്ങളായിട്ടുള്ള കണക്ഷൻ ഇപ്പൊ ഇന്ന് പറയുമ്പോഴാണ് അറിയണത്. 20 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാ പറഞ്ഞത്. അപ്പൊ നമ്മളങ്ങനെ പലരും തമ്മിൽ അറിയെങ്കിലും കൂടുതൽ അറിയാത്ത പല ആൾക്കാരും ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ സംഭവം നാട്ടിലും കൂടി ഒന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോ അറിയാത്ത ആൾക്കാർ അടുത്തുള്ളവരുണ്ടാവും, ഒരേ നാട്ടുകാരുണ്ടാവും. തിരുമേനിയോടാണ് വലിയ നമസ്കാരം പറയേണ്ടത്. ഇതിനെല്ലാം ഒരു അവസരം ഉണ്ടാക്കി തന്നല്ലോ, അതുകൊണ്ട് വളരെ നന്ദി. തീർച്ചയായും എല്ലാം ആചാര്യസ്വാമിയുടെ അനുഗ്രഹം, അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം, അത്രേ വിചാരിക്കാനുള്ളൂ. തീർച്ചയായിട്ടും. ഇനി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു കൂടി കാണാനുള്ള ആ മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ തീർച്ചയായിട്ടും വളരെ നല്ലൊരു യാത്രയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വര ജയശങ്കർ. എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു യാത്ര ആശംസിക്കുന്നു. തീർച്ചയായിട്ടും. അവിടെ പോയി ഞാൻ പോട്ടെ, ഇനി ഓഫ് ചെയ്യുന്ന ഞാൻ പത്മാന്റെ സംസാരിച്ചോളൂ. പത്മാ പണിക്കർ. ഞാൻ പോട്ടെ, മതി കൊറേറായി. പരിചയപ്പെടുത്തണ്ട. ആയിക്കോട്ടെ, ഓഫ് ചെയ്തോളൂ. ഹലോ, പത്മാന്റെ സംസാരിച്ചോളൂ. നമസ്കാരം ജയശങ്കര. കേക്കുണ്ടോ? കേക്കണ്ട. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എല്ലാവർക്കും കാണാൻ ഒരു ചാൻസ് ആണ്. പിന്നെ നമ്മളൊക്കെ വളരെ എക്സൈറ്റഡ് ആണ്. ആരോഗ്യം തരണേന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും. നമ്മൾ വിചാരിച്ച പോലെ എല്ലാം ഭംഗിയായി നടക്കട്ടെ. ഞങ്ങൾക്കും അവിടെയൊക്കെ കാണാൻ വളരെ സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. പിന്നെ തിരുമേനി പ്രത്യേകിച്ച് വളരെ ശ്രദ്ധയോടുകൂടി ഞങ്ങളെ കൊണ്ടുപോകും എന്നുള്ള ഒരു ധൈര്യത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ എല്ലാ ആൾക്കാർക്കും നമ്മളൊക്കെ അവിടെ കാണാം, പരിചയപ്പെടാം. നല്ല സന്തോഷം. അയ്യപ്പന്റെ കൈ പിടിച്ചിട്ടാണ് അയ്യപ്പൻ നമ്മളെ കൂട്ടി കൊണ്ടോട്ട് വരാൻ നിർത്തിയില്ല. അതെ, അതൊക്കെ ധൈര്യപൂർവ്വം അങ്ങനെ ഇരിക്കണം ജയശങ്കര. അപ്പൊ നമുക്ക് കാണാം. ഏതായാലും എല്ലാവർക്കും ഒത്തുകൂടാം. ആ 7 ദിവസം സുദിനങ്ങളാക്കാം. അത്രയേറെ പറയാനുള്ളൂ. നമസ്കാരം. ഓക്കെ, നമസ്കാരം. ഞാൻ നെരുളിൽ നിന്നാണ്. അതൊക്കെ തിരുമേനി പറഞ്ഞു തരും എല്ലാ കാര്യങ്ങളും. അല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ വന്നിട്ടുണ്ടല്ലോ ഈ നമ്മളെ ആദിശങ്കര പ്രോഗ്രാമിൽ പലരെയും പരിചയപ്പെട്ടിട്ടുണ്ട്. നാട്ടിലെ തൃശ്ശൂരാണ് ചേച്ചി. അതെ, നാട്ടിലെ തൃശ്ശൂരാണ്. പിന്നെ ബോംബെയിലെ നെരൂളിലാണ്. അങ്ങനെ ഇരിക്കും. ഇപ്പൊ ദുബായിലാണ്. അത്രയാണ് പറയാനുള്ളത്. മകളുടെ കൂടെ എത്തും. മാർച്ച് 8 എത്തും. 14 നമ്മള് ഫ്ലൈറ്റിൽ പോകും. അങ്ങനെ എന്താ കാത്തിരിക്കുകയാണ്. ഏതായാലും അപ്പൊ ഹെൽത്തൊക്കെ നന്നായി നോക്കുക എല്ലാവരും. വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് യാത്ര ആരംഭിക്കാം. ഓക്കെ ജയശങ്കര. ജയശങ്കര. ഇപ്പൊ സംസാരിക്കാത്തവര് ഇനി ആരാ? 1-2 പേരെ കണ്ടുല്ലാരും. രമാ നായർ കേൾക്കണ്ടോ? രമാ നായർ. ആരാണ് സംസാരിക്കാൻ? പക്ഷെ വോയിസ് കേൾക്കുന്നില്ല കേട്ടോ, വോയിസ് വരുന്നില്ല. ഒന്ന് മ്യൂട്ട് മാറ്റിക്കോളൂ. ചേച്ചിയെ മ്യൂട്ട് ഒന്ന് മാറ്റിക്കോളൂ. ചേച്ചി സംസാരിക്കണേ കേൾക്കണില്ല. മ്യൂട്ട് ഒന്ന് മാറ്റിക്കോളൂ. മൊബൈലിന്റെ ലെഫ്റ്റ് സൈഡ് താഴെയായിട്ട് കാണാം ഒരു മൈക്കിന്റെ ഒരു ഇത് കാണാം. ഒരു മൈക്കിന്റെ ചിത്രം കാണാം ഏറ്റവും അടിയില് ലൈനില്. ക്യാമറയുടെ അടുത്തൊരു മൈക്കിന്റെ ചിത്രം കാണാം. അതൊന്ന് തൊട്ടാ മതി. വരുന്നില്ല അല്ലെ? സൗണ്ട് വരുന്നില്ല. കമല നാടർ കേൾക്കുന്നുണ്ടോ? കമല. നമ്മള് വർത്തമാനം പറഞ്ഞു തിരുമേനി. പറഞ്ഞോ? ആയിക്കോട്ടെ. അല്ല കമല നാടാറുണ്ട്. കമലൻ ചേച്ചിയല്ല, കമല നാടാർ. ഒരു ഇതില് പേര് കാണാനുണ്ട്. കേൾക്കണ്ടോ? അവരില് പിന്നെ നേരിൽ കാണുമ്പോ സംസാരിക്കാം. ഇനി ആരെയും സംസാരിക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ സംസാരിച്ചോളൂ. വിജയേട്ടന് ക്ലിയർ ആയോ? ശ്രീകാന്ത്, ഒരു മിനിറ്റ്. സംസാരിച്ചോളൂ. ഞാൻ നിങ്ങളുടെയൊക്കെ സംസാരം കേട്ടോണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ കോഴിക്കോട് നിന്നാണ് സംസാരിക്കുന്നത്. യാത്രയ്ക്ക് ആദ്യം പേര് കൊടുത്ത ആള് ഞാൻ തന്നെയാണ്. എന്റെ പേര് സുരേഷ് പാഴൂർ എന്നാണ്. ബാക്കിയൊക്കെ ശ്രീകാന്തിനും ജ്യോതിഷിക്കൊക്കെ അറിയാം. തുടക്കം മുതൽ ഇതിൽ വലിയ താല്പര്യത്തോടു കൂടി തന്നെയുള്ള ആളായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും സംസാരിക്കുന്ന ഓഫീസിൽ ഇരുന്നുകൊണ്ടാണ്. അപ്പൊ ഈ ജോലി തിരക്കും മറ്റു പല പ്രശ്നങ്ങളും 7-8 ദിവസം ലീവ് എടുത്ത് കൂടെ പോരാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോ ഒഴിയേണ്ടി വന്നു. അത് വളരെ വിഷമത്തോടു കൂടി. എന്തായാലും നിങ്ങളുടെ യാത്ര ശുഭകരമാകട്ടെ എന്ന പ്രാർത്ഥന എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും. അതോടൊപ്പം നിങ്ങളുടെ യാത്രയ്ക്ക് ഞാൻ
മനസ്സുകൊണ്ട് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. ഏതാവശ്യത്തിനും എപ്പോൾ വിളിക്കാനും തയ്യാറായ ജ്യോതിഷിയും ശ്രീകാന്തും സജനാജിയും ഒക്കെ ഉള്ളപ്പോ തീർച്ചയായും ഞാനും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ജയശങ്കര. 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 വളരെ സന്തോഷം സുരേഷ് ചേട്ടാ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്. സമയം നമ്മൾ ഉദ്ദേശിച്ചതിന് സമയം 18 മിനിറ്റോളം കഴിഞ്ഞു. 4 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയി. എനിക്ക് തോന്നുന്നു ശ്രീകാന്തിക്കും ക്ഷേത്രത്തിൽ പോകാനുള്ള സമയമൊക്കെ ആയി വരുന്നു. പരിചയപ്പെടുത്താനായിട്ട് 1-2 പേരുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അവര് മൈക്ക് മ്യൂട്ടായതാണ് പ്രശ്നം. എന്നാലും നമുക്ക് തീർച്ചയായിട്ടും എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ. എൻ്റെ പേര് ജ്യോതിഷി കൃഷ്ണ എന്നാണ്. നാട്ടിലെ പന്തളമാണ് എൻ്റെ ജന്മസ്ഥലം. ഞാനിവിടെ രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ ഇവിടെ ഖേത്രി നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 28 വർഷത്തോളമായി. ഞാൻ രാജസ്ഥാനിൽ നിന്നാണ് വാരണാസിയിൽ എത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സേവകരായിട്ട് ഞാനും ശ്രീകാന്തിയും സജനാജിയൊക്കെ ഉണ്ടാവും. അത്യാവശ്യം നല്ലൊരു യാത്ര ഞങ്ങൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ആചാര്യസ്വാമികളുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് സാധിക്കുമാറാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അവിടെ വെച്ച് പരിചയപ്പെടാം. നേരിട്ട് തന്നെ പരിചയപ്പെടാം. ഇന്ന് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ആദിശങ്കര ഫൗണ്ടേഷൻ സരസ്വതി എന്തോ പറയാൻ വരുന്നുണ്ട്, പറഞ്ഞോളൂ. മ്യൂട്ട് മാറ്റിക്കോളൂ. മ്യൂട്ടാണ്. സരസ്വതിയുടെ മ്യൂട്ടിലാണ്. കണ്ണിന് ആനന്ദകരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1 മണിക്കൂർ കൊണ്ട്. കാരണം മനസ്സുകൊണ്ട് വളരെ 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 സന്തോഷം തോന്നുന്നു. കാര്യം നമ്മുടെ ഈ ഒരു സംഘടന ഇത്രയും ആൾക്കാര് നല്ലവരായ സജ്ജനങ്ങൾ മുൻപോട്ട് വന്ന് ഈ ഒരു യാത്ര വളരെ ഭഗവാന്റെ കാരുണ്യം എല്ലാവർക്കും പോകുന്ന വഴിക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഞാനും കൂടി ഇതോടൊപ്പം യാത്ര ചെയ്യുന്നു സങ്കല്പിച്ചുകൊണ്ട് ഭഗവാനോട് ഞാനും പ്രാർത്ഥിക്കുന്നു. യോഗീന്ദ്രാണാം സ്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥാത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിരം മേ പവനപുരപതേ കൃഷ്ണ കൃഷ്ണ കാരുണ്യ സിന്ധോ ഹൃത്വാ നിശേഷദാപ പ്രതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മീ പ്രതിശതു പരമാനന്ദ സന്തോഷ ലക്ഷ്മി. ഈ ശങ്കര ഭഗവാനി യാത്രയ്ക്ക് വേണ്ടിട്ട് ഇപ്പൊ ഞങ്ങള് പറഞ്ഞോ, ഞങ്ങള് ബുദ്ധിമുട്ടിലുണ്ടോ. പക്ഷെ അതിലധികം കേരളത്തിൽ നിന്നിട്ട് കോഴിക്കോട് നിന്നിട്ട് സുരേഷ് ഏട്ടൻ, രാജസ്ഥാനിൽ നിന്നിട്ട് ജ്യോതിഷേട്ടൻ, ചെന്നൈയിൽ നിന്ന് സജനാജി, ഞങ്ങള് 4 പേരും ഒരേ മനസ്സോട് കൂടിയിട്ട് പറഞ്ഞ ഒരു 3-4 മാസമായി യാത്ര ഭംഗിയായിട്ട് നടക്കണം എന്ന് വിചാരിച്ചിട്ട് പല പല തിരക്കുകളുടെ ഇടയിലും എങ്ങനെയെങ്കിലും സമയം കണ്ടിട്ട് ഒരു പറഞ്ഞ എത്രയും നല്ല രീതിയിൽ യാത്ര എന്തായാലും നന്നായി നടത്തിത്തരാം. ഭഗവാന്റെ നിങ്ങളെല്ലാവരും പ്രാർത്ഥനകൾ കൂട്ടത്തിൽ ഉണ്ടാവും കൂടി വേണമെന്നും കൂടി പ്രാർത്ഥിക്കുന്നു. ജയശങ്കര. തീർച്ചയായും ശ്രീകാന്തി അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവട്ടെ, ആചാര്യസ്വാമികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങാം. ലോക സമസ്ത സുഖനോ പോകുന്നു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജയശങ്കര. ജയശങ്കര. ബാക്കിയുള്ള ചർച്ചകൾ എന്തെങ്കിലും ഗ്രൂപ്പുകൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഗ്രൂപ്പിൽ എന്തെങ്കിലും അതിന്റെ ചർച്ചകളോ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ അറിയിക്കാം. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മാർച്ച് 15 വാരണാസിയിൽ കാശി വിശ്വനാഥന്റെ മണ്ണിൽ എല്ലാവർക്കും ഒത്തുകൂടാന്ന് പ്രാർത്ഥനയോടുകൂടി. ജയശങ്കര. 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 നാളെ തിരുമേനി